ഹലോ എവരിവൺ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അൽഗോറിതംസ് ആയിരുന്നു അല്ല നോക്കിയത്. അൽഗോറിതംസിൽ തന്നെ നമ്മൾ എന്തായിരുന്നു നോക്കിയത്? നമ്മൾ സെർച്ചിങ് ആയിരുന്നു. സെർച്ചിങ്ങിൽ നമ്മൾ ഏതൊക്കെയാണ് നോക്കിയത്? എല്ലാവരും പറഞ്ഞ് ലീനിയർ സെർച്ച് നമ്മൾ നോക്കി, ബൈനറി സെർച്ച് നോക്കി അല്ലേ. അപ്പം ബൈനറി സെർച്ച് എന്ന് പറയുന്നത് നമ്മൾ ബൈനറി സെർച്ച് ട്രീയുടെ സിമിലർ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയില്ലേ? അത് സെയിം സംഭവം തന്നെയാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് ബൈനറി സെർച്ച് ട്രീയും വർക്കാവുന്നത്. അതുപോലെ തന്നെ ഇനി നമുക്ക് സോർട്ടിംഗ് അൽഗോറിതംസ് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, സോർട്ടിങ് എന്താണ്? സോർട്ടിങ് അൽഗോറിതംസിൽ തന്നെ നമുക്ക് പല പല ടൈപ്സ് ഉണ്ട്. അത് നമ്മുടെ ഗേറ്റിൻ്റെ സിലബസിലും പറഞ്ഞിട്ടുണ്ട്. സോ അത് മനസ്സിലാക്കുന്നതും അതിൻ്റെ ചെറിയൊരു ഡെഫിനിഷൻ പോലെ നമുക്ക് നോക്കാം. അതെന്താണ് പറയുന്നത്? സോർട്ടിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് അറേഞ്ചിങ് എലമെന്റ്സ് ഇൻ എ സ്പെസിഫിക് ഓർഡർ, യൂഷ്വലി ഇൻവോൾവ്സ് എ കളക്ഷൻ ഓഫ് ഐറ്റംസ്. ഓക്കെ, എന്താ ഇതൊക്കെ ജസ്റ്റ് ഒരു ഡെഫിനേഷൻ മാത്രമാണ്. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് അറിയാലോ. ടു ഓർഗനൈസ് ഡേറ്റ ഫോർ ഈസിയർ ആക്സസ് ആൻഡ് അനാലിസിസ് ആൻഡ് ടു ക്രിയേറ്റ് എ സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ഓഫ് എലമെന്റ്സ്. ഓക്കെ, ആൻഡ് ഇത് ഇനിയുള്ളതാണ് നമുക്ക് സോർട്ടിംഗ് അൽഗോറിതംസിലാണ്. ജസ്റ്റ് സോർട്ടിംഗ് എന്ന് പറയുമ്പോൾ നമുക്കൊരു റാൻഡം ആയിട്ടുള്ള ഒരു അറേ കിട്ടും. അതിൽ നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാം? നമുക്കൊന്നല്ലെങ്കിൽ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഏതൊക്കെ ടൈപ്പ് സോർട്ടിംഗ് അൽഗോറിതംസ് ഉണ്ടെന്ന് നോക്കാം. നമുക്കിപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതായത് ബൈനറി സെർച്ച് ഏത് ടൈപ്പിലാണ് നമ്മൾ വെക്കുന്നത്? നമ്മൾ സോർട്ടഡ് അറേസിലാണ് അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു അറേ കിട്ടിയാൽ നമ്മളത് സോർട്ട് ചെയ്തിട്ടാണ് ബൈനറി സെർച്ച് ചെയ്യുന്നത്. അപ്പം ആ സോർട്ടിങ്ങിൽ നമ്മൾ പല പല മെത്തേഡ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതൊക്കെയാണ് ആ മെത്തേഡ്സ് നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെ ബബിൾ സോർട്ട് ഉണ്ട്, ഓക്കെ, ആൻഡ് സെലക്ഷൻ സോർട്ട് ഉണ്ട്, ഇൻസർഷൻ സോർട്ട്, മെർജ് സോർട്ട് ആൻഡ് ക്വിക്ക് സോർട്ട്. ഓക്കെ, ഈ ഇത്രയും ടൈപ്സ് ആണ് നമുക്കുള്ളത്. ഇതെങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, പിന്നെ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ്, അതെല്ലാം നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ഏതിലോട്ടാണ് പോകേണ്ടത്? നമുക്ക് ഫസ്റ്റ് ബബിൾ സോർട്ടിലോട്ട് നോക്കാം. ഓക്കെ, ബബിൾ സോർട്ട് എങ്ങനെയാണെന്ന് നോക്കാം. സോ പേര് കേൾക്കുന്നത് പോലെ തന്നെ ബബിൾ സോർട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ബബിൾ സോർട്ട് എന്ന് പറയുന്നത് നിങ്ങൾ പേര് കേൾക്കുന്നത് പോലെ തന്നെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, നമുക്കിപ്പം അതായത് ബബിൾസ് നമ്മൾ കണ്ടിട്ടില്ലേ? ബബിൾസ് എങ്ങനെയാണ്? ഏറ്റവും അടിയിൽ നിന്ന് ഒരു വെള്ളത്തിൻ്റെ, നമ്മളിപ്പം പെട്ടെന്ന് വെള്ളം ഒഴിക്കുമ്പം അതിൻ്റെ അടിയിൽ നിന്ന് മുകളിലോട്ടാണല്ലേ വരുന്നത്. അതേപോലെ നിങ്ങളിപ്പം ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്യുക, അതായത് ഒരു വലിയ ബബിളും ഉണ്ട്, ഒരു ചെറിയ ബബിളും ഉണ്ട്. സോ ഒരു ചെറിയൊരു സർഫസ് ഏരിയ മാത്രമേ ഉള്ളൂ. അപ്പം ഏറ്റവും മുകളിൽ വരുന്നത് ഏതായിരിക്കും? എപ്പോഴും വലിയ ബബിളായിരിക്കും അല്ലേ. അതേപോലെ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതായത് ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ അറയുടെ ഒരറ്റത്ത് ഏറ്റവും വലിയ നമ്പേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ആ ഒരു മെത്തേഡാണ് ഇവിടെ ബബിൾ സോർട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് അതായത് നമുക്കിപ്പം ഒരു എൻഡിലാണെങ്കിൽ, അതായത് ഇപ്പം നമ്മളിപ്പം ഒരു കുപ്പി വെള്ളം എടുത്തു, അതിൽ കുറെ പല പല സൈസായിട്ടുള്ള ബബിൾസ് ഉണ്ട്. ഓക്കെ, അതിലാകെ ഒരു ബബിളിന് മാത്രം നിൽക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. അപ്പം അതിൽ ഏറ്റവും മുകളിൽ ആദ്യമേ ആരായിരിക്കും വരുന്നത്? ഏറ്റവും വലിയ ബബിളായിരിക്കും അല്ലേ. എന്നിട്ടാണ് ബാക്കിയുള്ള അതിന് ചെറിയ ബബിൾസ് അങ്ങനെ വരുന്നത്. ആ ഒരു സിമിലർ ആയിട്ടുള്ള കോൺസെപ്റ്റ് കൊണ്ടാണ് ബബിൾ സോർട്ട് എന്ന് വിളിക്കുന്നത്. ആൻഡ് അതേ സംഭവം തന്നെയാണ് അതിൽ മീനിങ് എന്തെന്ന് വെച്ചാൽ, അറയുടെ ഒരു അറ്റത്ത് നമുക്ക് എന്തായിരിക്കും വരുന്നത്? നമ്മുടെ ഒരു വലിയ എലമെന്റ്സ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എപ്പോഴും വലിയ എലമെന്റ്സിനെ ആയിരിക്കും കൊണ്ടുവരുന്നത്. അതാണ് നമ്മുടെ ബബിൾ സോർട്ടിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. സോ ബബിൾ സോർട്ട് അതാണ് പറയുന്നത്, ബബിൾ സോർട്ട് ഈസ് ദ ഈസിയസ്റ്റ് സോർട്ടിംഗ് അൽഗോരിതം ടു ഇംപ്ലിമെന്റ്. ഓക്കെ, and it is inspired by observing the behavior of air bubbles over foam. ഇവിടെ അതുപോലത്തെ വേറൊരു എക്സാമ്പിൾ ആണ് പറയുന്നത്. It is an in-place sorting algorithm and it uses no auxiliary data structures while sorting. ഓക്കെ, ഇവിടെ അതായത് നമുക്ക് വേറെ ഡേറ്റ സ്പേസ് ഒന്നും വേണ്ട, നമുക്ക് ഓൾറെഡി ഉള്ള അറയിൽ തന്നെയാണ് നമ്മൾ ചേഞ്ചസ് വരുത്തുന്നത്. ഓക്കെ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം ബബിൾ സോർട്ട് എന്ന് പറയുന്നത് ബേസിക് ആയിട്ട് ഇതാണ്. അപ്പം ബബിൾ സോർട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. സോ എന്താണ് ബബിൾ സോർട്ടിന്റെ ബേസിക് ആയിട്ടുള്ള വർക്കിംഗ്? ഇതിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ബബിൾ സോർട്ട് യൂസസ് മൾട്ടിപ്പിൾ സ്കാൻസ് ത്രൂ ആൻ അറേ. ഓക്കെ, ആൻഡ് ഇൻ ഈച്ച് പാസ് ബബിൾ സോർട്ട് കമ്പയർസ് ദ അഡ്ജസന്റ് എലമെന്റ്സ് ഓഫ് ദ അറേ, then it swaps the two elements if they are in the wrong order. In each pass, bubble sort places the next largest element to its proper position. In short, it bubbles down the largest element to its correct position. ഓക്കെ, അതായത് ഇത് ബേസിക്കലി പറയുന്നത് ഞാൻ മുൻപേ പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് നമുക്കിപ്പം ഇത്രയും ഒരു അറേ ഉണ്ടെങ്കിൽ ആ അറയിൽ ഓരോ വട്ടം സ്കാൻ ചെയ്തിട്ട് ഇതൊരു വലിയ എലമെന്റ് ആണ്, ഇപ്പം 8 ഒരു വലിയ എലമെന്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? അത് സ്വാപ്പ് ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ റോങ് ഓർഡർ എന്ന് പറയുന്നത്, അതായത് ഇപ്പം ഒരു സ്മോളർ ആയിട്ടുള്ള, ഇപ്പം നമുക്ക് അസെൻഡിങ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്യണ്ടെങ്കിൽ, ഇപ്പം ഒരു വലിയ നമ്പർ ചെറിയ നമ്പറിന് മുൻപേ വന്ന് ഇതൊരു റോങ് ഓർഡർ ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഇതൊരു കറക്റ്റ് ഓർഡർ ആണ്. കാരണം എന്താണ്? 1 ചെറുതാണ്, 2 ശേഷമാണല്ലേ വന്നത്. അങ്ങനെയാണ് നമുക്ക് റോങ് ഓർഡർ എന്ന് പറയുന്നത്. സോ ഇതാണ് ബേസിക് ആയിട്ട് നമ്മുടെ
നമ്മുടെ ബബിൾ സോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഓരോ അഡ്ജസൻ്റ് ആയിട്ടുള്ള എലമെന്റ്സ് നോക്കും, എന്നിട്ട് അവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കും, എന്നിട്ട് അതനുസരിച്ചിട്ട് നമ്മൾ അതിന്റെ വേരിയേഷൻസ് വരും, എന്നിട്ട് അതനുസരിച്ചിട്ടാണ് നമ്മൾ സ്വാപ്പിംഗ് നടത്തുന്നത്. ഓക്കെ, ആൻഡ് ഇതിൽ എന്താണ് പറയുന്നത്, ഇൻ ഈച്ച് ബബിൾ സോർട്ട് പ്ലേസസ് ദ നെക്സ്റ്റ് ലാർജസ്റ്റ് എലമെന്റ് ടു ഇറ്റ്സ് പ്രോപ്പർ പൊസിഷൻ. സോ ഓക്കെ, അതായത് എനിക്കിപ്പം ഒരു 2, 4, 5, 6 ഇങ്ങനെയുണ്ട്. ഇതെന്താണ്, ഇത് സോർട്ടഡ് ആണല്ലേ. അതേപോലെ തന്നെയാണ് ഇത് നമുക്ക് ആവശ്യം വരില്ല. ഇതിന്റെ നേരെ തിരിച്ചായിട്ടുള്ളതോ 6, 2, 5, 4. ഇതിലാണെങ്കിലോ ഇതിൽ എത്ര സോർട്ടിങ് വേണ്ടി വരും, ഇവിടത്തുള്ള എലമെന്റ് നമുക്ക് ഇങ്ങോട്ട് പാസ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഇറ്ററേഷനിൽ എങ്ങനെയായിരിക്കും ഇത് വരുന്നത്, അതായത് ബിഗ്ഗസ്റ്റ് എലമെന്റ് ഒരു എൻഡിലോട്ട് വരും. ഞാനിപ്പം ഈ എൻഡാണ് എനിക്ക് എടുക്കുന്നത്, അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും എൻ്റെ ഇത് വരുന്നത്, ഇവിടെ നമുക്ക് നോക്കാം. അതപ്പം ഇത് സ്വാപ്പ് ചെയ്യും, ഇങ്ങോട്ട് സ്വാപ്പ് ചെയ്യും. ഓക്കെ, ആൻഡ് ഇവിടെ സ്വാപ്പ് ചെയ്യും, ആൻഡ് ദിസ് ഈസ് ദ സ്വാപ്പ് ഓർഡർ. അപ്പോൾ അത് ഫസ്റ്റ് പാസ് കഴിയുമ്പോൾ എങ്ങനെയാണ് 2, 5, 4, 6 ഇങ്ങനെയാകും അല്ലേ. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഇത് നോക്കും, ഇവിടെ ഇത് രണ്ടും കറക്റ്റ് ആണോ, ആണ്. ഇത് രണ്ടും കറക്റ്റ് ആണോ, അല്ല. അപ്പോൾ ഇത് രണ്ടും സ്വാപ്പ് ചെയ്യും. അപ്പോൾ എന്താകും 2, 4, 5, 6. എന്നിട്ട് അടുത്ത രണ്ടും ചെക്ക് ചെയ്യും, ഇത് രണ്ടും ഓക്കെ ആണോ, ആണ്. അപ്പം എന്താണ്, നമുക്ക് കറക്റ്റ് ഓർഡർ കിട്ടി. ഇതാണ് ബേസിക് ആയിട്ട് നമ്മുടെ ബബിൾ സോർട്ടിന്റെ വർക്കിംഗ്. ഓക്കെ, ഇനി ബബിൾ സോർട്ട് കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ വേണമെങ്കിൽ കാർഡ്സിൽ കാണിച്ചു തരാം. ഓക്കെ, ഇതിപ്പം എൻ്റെ ഒരു ഡെക്ക് ഓഫ് കാർഡ്സ് ആണ്. ഇത് നിങ്ങൾക്ക് കാണാമല്ലോ, ഇതെല്ലാം അറേഞ്ച്ഡ് ഓർഡറിലാണ് കിടക്കുന്നത്. ഓക്കെ, ഇതിപ്പോൾ അറേഞ്ച്ഡ് ഓർഡറിലാണ്. ഇതിപ്പം നിങ്ങൾക്ക് കാണാമല്ലോ, ഇതിങ്ങനെയാണ് എനിക്ക് വന്നത്. ഓക്കെ, ആൻഡ് ഇതിൽ എനിക്ക് കുറച്ച് ഞാൻ വേരിയേഷൻസ് വരുത്തുന്നു. ഓക്കെ, ആൻഡ് ഇതിപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു കാർഡ്സ് കിട്ടുമ്പം ഞാനാണെങ്കിൽ കുറച്ചൊരു ചേഞ്ചസ് വരുത്തുന്നു. ഞാൻ ഷഫിൾ ചെയ്യാം. ഓക്കെ, സോ ഞാൻ എൻ്റെ കാർഡ്സ് ഇങ്ങനെ ഷഫിൾ ചെയ്തു. ഓക്കെ, ആൻഡ് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പോലെ തന്നെ ഇതിലിപ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നത്, എൻ്റെ കാർഡ്സ് ഷഫിൾ ചെയ്തു. അപ്പം ബബിൾ സോർട്ട് എന്താണ് നോക്കുന്നത്, ഫസ്റ്റ് രണ്ട് എലമെന്റ്സ് നോക്കും. ഓക്കെ, 4 ആണോ വലുത്, 9 ആണോ വലുത്, 9 അല്ലേ വലുത്. അപ്പം എന്ത് ചെയ്യും, അത് സ്വാപ്പിംഗ് നടക്കില്ല. 9 ആണോ വലുത്, 7 ആണോ വലുത്, ഇവിടെ സ്വാപ്പിംഗ് നടക്കും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ഇവിടെ ബബിൾ സോർട്ടിൽ വർക്ക് ആവുന്നത്. അടുത്ത എന്താണ്, അടുത്ത 9ഉം 10ഉം സ്വാപ്പ് ആവശ്യമുണ്ടോ, ഇല്ല. അത് രണ്ട് കറക്റ്റ് ഓർഡർ ആണ്. ആൻഡ് അടുത്ത 10ഉം 6ഉം സ്വാപ്പിംഗ് ഓർഡർ ആവശ്യമുണ്ടോ, യെസ്, അവിടെ ആവശ്യമുണ്ട്. ഓക്കെ, ആൻഡ് ഇങ്ങനെ സ്വാപ്പ് ചെയ്യും. ആൻഡ് ഇനി അപ്പം എന്താ, ഇത് നമ്മുടെ ഫസ്റ്റ് പാസ് കഴിഞ്ഞു. ഫസ്റ്റ് പാസ് ആയപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്, ഏറ്റവും ലാസ്റ്റ് എലമെന്റ് ഉണ്ടോ, ഏറ്റവും ലാസ്റ്റ് എലമെന്റിലാണ് ഏറ്റവും വലിയ നമ്പർ വന്നിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇനി അടുത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത്, അടുത്ത് വീണ്ടും സ്റ്റാർട്ടിൽ നിന്ന് തുടങ്ങും. സ്റ്റാർട്ട് 4, 7 ചേഞ്ച് വരണോ, വേണ്ട. 7, 9 ചേഞ്ച് വരണോ, വേണ്ട. 6, 9 ചേഞ്ച് വരണോ, വേണം. അങ്ങനെ എന്ത് ചെയ്യും, അങ്ങനെ നമ്മൾ വീണ്ടും സ്വാപ്പിംഗ് ചെയ്യും. ഓക്കെ, ഇവിടെ എന്താ, ഇവിടെ അപ്പം ലാസ്റ്റ് 2 പൊസിഷൻ ഓക്കെ ആയി. അപ്പൊ നമുക്കിനി ബാക്കിയുള്ള ആദ്യത്തെ 3 പൊസിഷൻ നോക്കിയാൽ മതി. ഇവിടെ 2 സ്വാപ്പിംഗ് ആവശ്യമുണ്ടോ, ഇല്ല. ഇവിടെ 2 സ്വാപ്പിംഗ് ആവശ്യമുണ്ടോ, ഉണ്ട്. അപ്പൊ ഇതോടെ എന്തായി, ഇതോടെ ഈ 3 സെക്ഷൻസും കറക്റ്റ് ആയി. പിന്നെ നമ്മൾ ഏറ്റവും ഫസ്റ്റ് 2 നോക്കും. ഫസ്റ്റ് 2 നോക്കുമ്പോൾ എന്താണ്, ഇത് കറക്റ്റ് ആയിട്ടല്ലേ കിടക്കുന്നത്, 4ഉം 6ഉം കറക്റ്റ് ആയിട്ടല്ലേ വരുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, 4ഉം 6ഉം കറക്റ്റ് ആയതുകൊണ്ട് നമ്മുടെ ഇതായിരിക്കും ഓർഡർ. ഓക്കെ, അതായത് ബബിൾ സോർട്ടിൽ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഫസ്റ്റ് ഹയസ്റ്റ് ഓർഡർ ആയിരിക്കും നമുക്ക് ഇങ്ങനെ വെക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ട് ബബിൾ സോർട്ടിന്റെ അൽഗോരിതം എന്ന് പറയുന്നത്. ആൻഡ് ഇതിൽ തന്നെ നമുക്ക് ഇനി അടുത്ത ബബിൾ സോർട്ട് അൽഗോരിതം എങ്ങനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഇത് ജസ്റ്റ് പറയുന്നത് ഇത് നമ്മുടെ അൽഗോരിതം മാത്രമാണ്. ഓക്കെ, ആൻഡ് എന്നിട്ട് ഞാൻ അൽഗോരിതം പറഞ്ഞിട്ട് നമുക്ക് കോഡിലോട്ട് പോകാം. ഫസ്റ്റ് എന്താണ് പറയുന്നത്, ഫസ്റ്റ് എപ്പോഴും നമ്മൾ ഇതൊരു ഫംഗ്ഷൻ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് അതിൽ എന്തൊക്കെയാണ്, എ എന്ന് പറയുന്നത് അറേ, ആൻഡ് എൻ എന്ന് പറയുന്നത് സൈസ്, നമ്പർ ഓഫ് എലമെന്റ്സ് ആണ്. ഓക്കെ, ആൻഡ് 4 പാസ് 1 to n-1. ഓക്കെ, 1 ഇവിടെ 1 നിന്നാണ് തുടങ്ങുന്നത്. അതായത് എനിക്കിപ്പം 632 ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പൊ ഞാൻ ഫസ്റ്റ് തുടങ്ങുന്നത് എൻ്റെ ഇൻഡെക്സ് എന്തായിരിക്കും, 4 പാസ് i 1 നിന്നായിരിക്കും തുടങ്ങുന്നത്. ഓക്കെ, 1 നിന്നായിരിക്കും തുടങ്ങുന്നത്. ആൻഡ് എൻ്റെ ഐൻ്റെ ഇൻഡെക്സ് 0 എന്നായിരിക്കും തുടങ്ങുന്നത്. ഓക്കെ, 0 to ഇവിടം വരെ ആയിരിക്കും നോക്കുന്നത്. എൻ്റെ ഇവിടത്തെ ഇൻഡെക്സോ ഇവിടെ നിന്ന് ഇവിടം വരെ. ഓക്കെ, അതാണ് ഇവിടെ 1 to n-1 ആൻഡ് n-2 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതപ്പം മനസ്സിലായല്ലോ. ഫസ്റ്റ് ഇൻഡെക്സിങ് ഇപ്പം പാസ് എന്ന് പറയുന്നത്
ഇത് പാസ് ഇതായി. ഓക്കെ, ആൻഡ് ഐ എന്ന് പറയുന്നത് 0, 10, -2. എന്നിട്ട് ഞാൻ ഇവിടെ ഐ ഗ്രേറ്റർ ദാൻ ഐ പ്ലസ് 1 ആണോ നോക്കും. അങ്ങനെയാണെങ്കിൽ എന്താണ്, ഇതാണ് ഗ്രേറ്റർ ആണോ ഇവിടെ ഗ്രേറ്റർ ആണോ ആണ്. അപ്പോൾ എന്ത് ചെയ്യും, ഞാൻ ഇത് രണ്ടും സ്വാപ്പ് ചെയ്യും. എ ഓഫ് ഐ എന്ന് പറയുന്നത് എന്താണ് 0 ആണ് അല്ലേ. എ ഓഫ് ഐ പ്ലസ് 1 ആണെങ്കിലോ 3 ആണ്. അപ്പോൾ ഇത് രണ്ടും എന്ത് ചെയ്യും, സ്വാപ്പ് ചെയ്യും. സ്വാപ്പിംഗ് ഫംഗ്ഷൻ ഞാൻ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള സംഭവമാണ്. സ്വാപ്പിംഗ് ഫംഗ്ഷൻ എന്താണ് ചെയ്യുന്നത്, സ്വാപ്പ് ഓഫ് എക്സ് വൈ എന്ന് ചെയ്യും. പിന്നെ നമ്മളൊരു ടെമ്പററി വേരിയബിളിൽ എക്സ് സ്റ്റോർ ചെയ്യും. അപ്പം എന്താകും, ഇപ്പം എക്സിലെ 5 ആണ്, വൈയിലെ 10 ആണ്. ഓക്കെ, ടെമ്പിലോ ഒന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് എന്താണ് ചെയ്യുന്നത്, ടെമ്പ് ഈക്വൽ ടു എക്സ് എന്ന് കൊടുക്കാം. അപ്പോൾ എത്രയാം, ടെമ്പ് ഈക്വൽ ടു എക്സ് എന്ന് പറയുമ്പോൾ ടെമ്പിൽ 5 ആയി. ഓക്കെ, അപ്പം പിന്നെ എന്താണ് ചെയ്യുന്നത്, എക്സ് ഈക്വൽ ടു വൈ കൊടുക്കുക. അപ്പോൾ എക്സിൻ്റെ വൈ എന്തായി, 10 ആയി. ഓക്കെ, എക്സ് 10 ആകും. അതേപോലെ തന്നെ വൈയുടെ വാല്യൂ എന്താണ് 10 തന്നെയായിരുന്നു. അത് നമ്മൾ എന്ത് ചെയ്യും, ടെമ്പ് ആക്കും. ടെമ്പ് ഇവിടെ എന്തായിരുന്നു, 5 ആയിരുന്നു. അപ്പോൾ എന്തായി, എക്സ് 10 ആയി ആൻഡ് വൈ 5 ആയി. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള സ്വാപ്പിംഗ് അൽഗോരിതം. ഓക്കെ, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അതാണ് നമ്മുടെ ബേസിക് സ്വാപ്പിംഗ്. അതപ്പം ഇവിടെ ആവശ്യമുണ്ടല്ലേ. അപ്പം നമുക്ക് സ്വാപ്പ് ചെയ്യാം 3, 6, 2, 1. അപ്പം നമ്മുടെ കോഡ് അങ്ങനെയല്ലേ. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഈ ഇഫ് വീണ്ടും റൺ ചെയ്യും. പിന്നെ വീണ്ടും നമ്മൾ ഈ ലൂപ്പ് ഫോർ ലൂപ്പ് എന്ത് ചെയ്യും, റൺ ചെയ്യും. ഫോർ ലൂപ്പ് റൺ ചെയ്തിട്ട് അടുത്ത ഐ എങ്ങോട്ട് പോകും, ഐ ഇവിടെ ആകും അല്ലേ, ഐ ഇവിടെ ആകും. എന്നിട്ട് എന്ത് ചെയ്യും, വീണ്ടും റൺ ചെയ്യും ഈ ഒരു ലൂപ്പ്. ഓക്കെ, ആൻഡ് ഈ ഒരു ലൂപ്പിൽ റൺ ചെയ്യും. പിന്നെ ഇതെന്ത് ചെയ്യും, ആൻഡ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ ഒരു ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് ചെയ്ത് വരുമ്പോൾ മനസ്സിലാകും. എന്നിട്ട് വീണ്ടും ഈ ലൂപ്പായിരിക്കും. ഓക്കെ, ഈ ലൂപ്പാണ് നമ്മൾക്കിപ്പം കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പം ഈ ലൂപ്പാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് സോറി, ഈ ലൂപ്പാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഈ ലൂപ്പ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു ലൂപ്പാണ് വീണ്ടും വീണ്ടും റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ എന്ത് ചെയ്യും, ഐയുടെ വാല്യൂ ഇങ്ങോട്ടാകും. ഓക്കെ, ഐ ഈക്വൽ ടു 1 ആകും. എന്നിട്ട് വീണ്ടും എന്താകും, ഇത് റൺ ചെയ്യും. ഇഫ് എ ഓഫ് ഐ ഗ്രേറ്റർ ദാൻ എ ഓഫ് ഐ പ്ലസ് 1 ആണോ, ആണ്. അപ്പോൾ എന്താകും, അത് സ്വാപ്പ് ചെയ്യും. ഓക്കെ, അങ്ങനെ എന്താകും 3, 2, 6, 1 ആകും. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യും, ഈ ലൂപ്പ് റൺ ആകും. എന്നിട്ട് ഐ ഇൻക്രിമെൻ്റ് ആകും. ഈ ലൂപ്പ് വീണ്ടും റൺ ആകും. ഇവിടെ ഇത് എവിടം വരെ റൺ ആകും, n-2 വരെ റൺ ആകും. അതായത് ഈ ഒരു പൊസിഷൻ വരെ നമുക്ക് റൺ ആകും ഈ ഒരു അൽഗോരിതം. ഓക്കെ, എന്നിട്ട് ഐ ഈക്വൽ ടു 2i. ഐ ഈക്വൽ നമ്മുടെ ഇവിടെ എന്നിൻ്റെ സൈസ് എത്രയാണ്, 4 ആണ്. ഓക്കെ, n ഈക്വൽ ടു 4 ആണ്. അപ്പോൾ n-2 എന്ന് പറയുന്നത് എത്രയാകും, 2 ആണ്. ഓക്കെ, ആൻഡ് ഇതുവരെ റൺ ആകും. എന്നിട്ട് വീണ്ടും എന്ത് ചെക്ക് ചെയ്യും, എ ഓഫ് ഐ ഗ്രേറ്റർ ദാൻ എ ഓഫ് ഐ പ്ലസ് 1 ആണോ നോക്കും. ആണോ, അതും ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യും, 3, 2, 1, 6 അങ്ങനെയാണ് നമ്മുടെ കോഡ്. ഓക്കെ, അപ്പം നമ്മൾ വീണ്ടും ഇതെന്ത് ചെയ്യും, എൻഡ് ചെയ്യും. അപ്പം ഈ ഒരു ലൂപ്പ് ക്ലോസ് ആകും. അപ്പം ഇത് ഇത്രയും ഒരു വട്ടം റൺ ആയില്ലേ. എന്നിട്ട് എന്ത് ചെയ്യും, എന്നിട്ട് വീണ്ടും നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, നെക്സ്റ്റ് ഉള്ള നെസ്റ്റഡ് ആയിട്ടുള്ള അപ്പർ ലൂപ്പിലാണ് പോകുന്നത്. അപ്പം പാസ് ഈക്വൽ ടു 1 ആയിരുന്നല്ലേ ഫസ്റ്റ്. എന്നിട്ട് പാസ് എന്താകും, പാസ് ഈക്വൽ ടു 2 ആകും. ഓക്കെ, ഇവിടെ പാസ് ഈക്വൽ ടു 2 ആണ് ആകുന്നത്. ആൻഡ് ഇവിടെ വീണ്ടും എന്താണ് ചെയ്യുന്നത്, ഇവിടെ വീണ്ടും ഈ ഒരു റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അതായത് n-1 വരെ നമ്മൾ വീണ്ടും ഈ പൊസിഷൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. എന്നിട്ട് വീണ്ടും അടുത്ത് എന്താകും, വീണ്ടും ഐ ഈക്വൽ ടു 0 എന്ന് തുടങ്ങും. ഐ ഈക്വൽ ടു 0 എന്ന് തുടങ്ങുമ്പം എന്ത് ചെയ്യും, ഈ 3, 2, 1, 6 ഐ ഈക്വൽ ടു 0 ആകാണ്. ഓക്കെ, അപ്പം ഈ 3, 2, 1, 6ൽ ഈ 3 ഗ്രേറ്റർ ദാൻ സ്വാപ്പ് ചെയ്യണ്ടേ. അപ്പം വീണ്ടും സ്വാപ്പ് ചെയ്യും. അപ്പം 2, 3, 1, 6 എന്നിട്ട് വീണ്ടും ഈ ലൂപ്പ് തന്നെ റൺ ആകും. ഇവിടെ പാസ് 2 ആണ്. ഓക്കെ, ഇത് പാസ് 2 ആണ്. അതേപോലെ തന്നെ എന്ത് ചെയ്യും, വീണ്ടും റൺ ചെയ്യണം. അപ്പം വീണ്ടും റൺ ചെയ്യുമ്പോൾ ഇത് രണ്ട് സ്വാപ്പ് ചെയ്യും. അപ്പം 2, 1, 3, 6 പിന്നെ ഇത് മാറ്റേണ്ട കാര്യമുണ്ടോ, ഇല്ല. എന്നിട്ട് എന്ത് ചെയ്യും, പാസ് 3 ആകും. പാസ് എവിടം വരെ പോകും, പാസ് ഈക്വൽ ടു 3 വരെയാണ് ഇത് പോകുന്നത്. അതായത് എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അത്ര എലമെൻറ്റ്സിൻ്റെ n-1 ആയിരിക്കും. അതായത് n-1 എന്ന് പറയുന്നത് എത്രയാകും, 3 പാസസ് ആണ് ഇവിടെ പോകുന്നത്. ഓക്കെ, 3 പാസസ് വരെ പോകും. അതിൻ്റെ ആവശ്യമേ അതായത് നമുക്ക് മൊത്തത്തിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അതിൻ്റെ അത് -1 കമ്പാരിസൺസ് മതിയല്ലേ. അതിനാണ് നമ്മളിവിടെ ചെയ്യുന്നത്. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് പാസിന് എന്താകും, ഇത് രണ്ടും ഇതാകും. ഇതാണ് പാസ് 3.
ഓക്കെ, ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ബബിൾ സോർട്ട് അൽഗോരിതം എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ നമ്മൾ ഫസ്റ്റ് എന്താണ് ചെയ്യുന്നത്, നമുക്ക് ഇങ്ങനത്തെ ഒരു അൽഗോരിതം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആദ്യമേ നമുക്ക് ഫസ്റ്റ് 4 പാസ് ഈക്വൽ ടു 1 to n-1 എന്നുള്ള ഒരു ലൂപ്പ് കൊടുക്കും. അതിൽ അപ്പോൾ എത്ര എലമെന്റ്സ് ഉണ്ട്, n-1 പാസസ് ആയിരിക്കും. അതായത് 1 2 3 പാസസ് മാത്രം മതി നമുക്ക്. ഓക്കെ, അതിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് എത്ര എലമെന്റ്സ് ഉണ്ട് അത് -1 കമ്പാരിസൺസ് മാത്രമേ, അത്രയും ഇതാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതായത് ഇത് ഉദ്ദേശിക്കുന്നത് 4 പാസ് ഈക്വൽ ടു 1 - n-1 എന്ന് വരുമ്പം നമുക്ക് ഇത്ര എലമെന്റ്സ് ചെക്ക് ചെയ്താൽ മതി അല്ലേ, വേറെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് നമ്മൾ ഇങ്ങനെ വീണ്ടും വീണ്ടും ഈ ലൂപ്പ് റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അതായത് നമ്മൾ ഇപ്പം ഫസ്റ്റ് പാസിലാണെങ്കിൽ എന്ത് ചെയ്യും, ഇത് രണ്ടും കമ്പയർ ചെയ്യും. ഓക്കെ, എന്നിട്ട് അടുത്ത പാസിൽ എന്ത് ചെയ്യും, എന്നിട്ട് നെക്സ്റ്റ് 2 എലമെന്റ്സ് കമ്പയർ ചെയ്യും. എന്നിട്ട് എന്താകും, വീണ്ടും സാപ്പ് ഉണ്ടെങ്കിൽ ഇത് രണ്ടായിട്ട് കമ്പയർ ചെയ്യും. അങ്ങനെ നമ്മൾ കൊണ്ടുപോയി ഏറ്റവും ലാസ്റ്റ് ഇത് എങ്ങോട്ടാണ്, ഫസ്റ്റ് പാസ് കഴിഞ്ഞപ്പം നമ്മുടെ ലാസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് ബിഗ്ഗസ്റ്റ് എലമെന്റ് ആണ് അല്ലേ, ബിഗ്ഗസ്റ്റ് എലമെന്റ് ആണ് നമുക്ക് ലാസ്റ്റ് വന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ബബിൾ സോർട്ട് അൽഗോരിതം എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നമുക്ക് ബബിൾ സോർട്ട് ഇൻ സി നോക്കാം. അപ്പം ബബിൾ സോർട്ട് ഇൻ സി എന്താണ് ബബിൾ സോർട്ട് ഇൻ സിയുടെ കോഡ് നോക്കിക്കുക എല്ലാവരും. ഇതിൽ എങ്ങനെയാണ് വരുന്നത്, 4 IND പാസ് ഈക്വൽ ടു 1 ആൻഡ് പാസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n-1 ആൻഡ് പ്ലസ് പാസ്. അതായത് നമ്മൾ പാസ് എന്ന് പറയുന്ന ഒരു ഇത് കൊടുക്കുന്നു. അതിനപ്പോൾ എത്ര ലൂപ്പാണ്, ഇപ്പം 4 എലമെന്റ്സ് ആണെങ്കിൽ 1 2 3 4 എലമെന്റ്സ് ആണെങ്കിൽ 1 to n-1, അപ്പം 3 എലമെന്റ്സ് വരെയാണ് വരുന്നത്. അപ്പം 3 പാസസ് നമുക്ക് ഇവിടെ മതി. ആൻഡ് ഇവിടെ i ഈക്വൽ ടു 0 to n-2 ആയിരിക്കും എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇഫ് a of i greater than i+1 adjacent elements are in order. If a of i greater than a of i+1 ആണെങ്കിൽ എന്ത് ചെയ്യണം, സ്വാപ്പ് ചെയ്യണം. ഇവിടെ സ്വാപ്പിങ്ങിന് നമ്മൾ ഒരു ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ മുമ്പ് അൽഗോരിതം യൂസ് ചെയ്ത സെയിം ഇതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. സ്വാപ്പ് i, i+1 ഓഫ് a. ഇവിടെ എന്താണ് ചെയ്യുന്നത്, IND of x. ഇവിടെ നമ്മൾ ഒരു അറേയുടെ വാല്യൂ എടുത്തിട്ട്, അതായത് ഇപ്പം എനിക്കിപ്പം ഈ ഒരു അറേ ഉണ്ട് 1 2 5 3. ഓക്കെ, എനിക്കപ്പം ഇത് രണ്ട് സ്വാപ്പ് ചെയ്യണ്ടേ. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെ വാല്യൂസ് എന്തായിരിക്കും, ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് 2 ആയിരിക്കും അല്ലേ, അതേപോലെ i+1ൻ്റെ വാല്യൂ 3 ആയിരിക്കും. അപ്പം ഇത് രണ്ടും എനിക്ക് സ്വാപ്പ് ചെയ്യണമെങ്കിൽ ഇതിലോട്ട് എടുത്തിട്ടാൽ മതി. അപ്പം ടെമ്പ് എന്താകും, ടെമ്പ് എന്ന് പറയുന്നത് a of x ആകും. a of x എന്ന് പറയുന്നത് a of 2 ആണല്ലേ. ഇവിടെ ഈ ഒരു എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ചുമ്മാ നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് ഞാൻ പറഞ്ഞത് മാത്രമാണ്. അപ്പം ടെമ്പ് എന്താകും, a of 2 ആകും. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ടെമ്പിനെ ഏതായിട്ടാണ് ആക്കുന്നത്, ഇൻറ്റു a of i. അപ്പം a of i ഈക്വൽ ടു ടെമ്പ് ഓഫ് a of x കിട്ടും അല്ലേ. ടെമ്പ് ഓഫ് a of x എന്ന് പറയുന്നത് 2 ആകും. ആൻഡ് 5 ആകും. അതേപോലെ തന്നെ a of x എന്താണ്, a of x ഈക്വൽ ടു a of i എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ അതെന്താകും, 3 ആകും. ഇതാണ് നമ്മുടെ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഒരു സ്വാപ്പിംഗ് അൽഗോരിതം മാത്രമേ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് ചെയ്തത്, നമ്മൾ ഫസ്റ്റ് ഒരു ലൂപ്പ് എടുക്കുന്നു, ഒരു 4 ലൂപ്പ് എടുക്കുന്നു. എന്നിട്ട് അത് എത്ര എലമെന്റ്സ് ഉണ്ടോ അത് അത്രയും പാസസ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നു. ആൻഡ് 4 IND i ഈക്വൽ ടു 0 to n-1 ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. എത്ര ലൂപ്പ് ഉണ്ടോ അത് അത്രയും പ്ലസ് i ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ആൻഡ് i ഈക്വൽ ടു 0 to n-2. അതായത് നമ്മുടെ ലാസ്റ്റ് ഇൻഡെക്സ് എന്താണ്, n-1 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് അതുവരെ മതി, അതാണ് നമ്മൾ n-2 വരെ മാത്രം കൊടുക്കുന്നത്. ആൻഡ് ഇഫ് a of i greater than i+1 ആണെങ്കിൽ എന്ത് ചെയ്യണം, സ്വാപ്പ് ചെയ്യണം. ഇത് അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുണ്ടോ, സ്വാപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ. ഇപ്പം 2 3 1 ഇപ്പം ഈ ഒരു രീതിയിലാണെങ്കിൽ a of i 0 ആണെന്ന് വിചാരിച്ചോ, a of i+1 ഇതാണ് ഇത്. അപ്പം ഈ ഒരു 2 ഇവിടെ വരുന്നു, 3 ഇവിടെ വരുന്നു. ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ എന്താണ്, a of i greater than a of i+1 ആണോ, അല്ല. അതാകുമ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ഇഫ് ലൂപ്പ് എക്സിക്യൂട്ട് ആകില്ല. അതിന് പകരം അടുത്ത i എന്താകും, i ഈക്വൽ ടു 1 ആകും. അതേപോലെ തന്നെ i+1 ആകുന്നത് ഇത് മാറും അല്ലേ. അപ്പം അടുത്തതിൽ ഇത് 3 ആകും, അടുത്തതിൽ ഇത് 1 ആകും. ഓക്കെ, അങ്ങനെയാണ്. എന്നിട്ട് ഇത് സ്വാപ്പ് ചെയ്യും. അവിടെയല്ല നമുക്ക് ആവശ്യമുള്ളത്. ആ ഒരു മെത്തേഡാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇത് നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് നിങ്ങൾ തന്നെ ഈ കോഡൊന്ന് എഴുതി നോക്കി, നിങ്ങൾ തന്നെ ഒന്ന് എഴുതി നോക്കി. ഞാനിപ്പം പറഞ്ഞില്ല, അതേപോലെ തന്നെ നിങ്ങളൊരു എക്സാമ്പിളായിട്ട് എഴുതി നോക്കുക. ആൻഡ് ഇതിൽ
ഇത് ജസ്റ്റ് നിങ്ങൾ ഇത് യൂസ് ചെയ്താലും മതി. ഓക്കെ, ഓക്കെ, നിങ്ങൾ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഇത് യൂസ് ചെയ്താൽ മതി. എന്നിട്ട് ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് വരെ തരാം. ഇത് നിങ്ങൾ ഇതൊന്ന് സോർട്ട് ചെയ്ത് ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഇതെങ്ങനെ ഈ ഓരോരോ സ്റ്റെപ്പിലും എങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം ഈ ഒരു ലൂപ്പിൽ റൺ ചെയ്യുമ്പം ഇതെങ്ങനെ വരും എന്ന് നമുക്ക് നോക്കാം. അപ്പം അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രാക്ടീസ് ആകും, ഇതിൻ്റെ ഇന്നർ വർക്കിംഗ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കും. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കുന്നത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ പഠിക്കുന്നതല്ല, അതായത് ഈ അൽഗോരിതം കാണാതെ പഠിക്കുന്നതിലല്ല, ഇത് മനസ്സിലാക്കുന്നില്ലാണ് ഏറ്റവും വലിയ കാര്യം. ഓക്കെ, ഇതിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മളെ ഏറ്റവും വലിയ എലമെന്റ്, ഓക്കെ, ബബിൾ സോർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആദ്യമേ ഓർമ്മ വരേണ്ടത്, നമ്മൾ ഇവിടെ നിങ്ങൾക്ക് പ്ലേസ്മെന്റ്സിനാണെങ്കിൽ നല്ല യൂസ്ഫുൾ ആകുന്ന ഒരു സംഭവമാണ്. ബബിൾ സോർട്ടിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്, നമ്മളെ ഏറ്റവും വലിയ എലമെന്റ് ഒരു സൈഡിലോട്ട് കൊണ്ടുവരും. അതായത് നമ്മളിപ്പം എയർ ബബിൾസ് എന്ന് പറഞ്ഞില്ല, അതേപോലെ ആലോചിച്ചാൽ മതി. അതായത് എങ്ങനെയായിരിക്കും, ഏറ്റവും വലിയ എലമെന്റ്സ് ഓരോരോ സൈഡിലായിട്ട് വന്ന് കൂടും. അങ്ങനെയാണ്. ഓക്കെ, അങ്ങനെയാണ് നമ്മളിവിടെ ബബിൾ സോർട്ടിന്റെ ബേസിക് ആയിട്ടുള്ള അൽഗോരിതം. അപ്പൊ നമുക്ക് ബബിൾ സോർട്ട് ഇൻ പൈത്തൺ കൂടെ നോക്കാം. ഓക്കെ, ബബിൾ സോർട്ട് ഇൻ പൈത്തൺ എങ്ങനെയാണ്, അത് കുറച്ചുകൂടെ സിമ്പിൾ ആയിരിക്കും അല്ലേ. ഇപ്പം പൈത്തൺ മെയിനായിട്ട് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഡി എ കൂടെ നോക്കുന്നവര് പൈത്തണിൻ്റെ എല്ലാം കൂടെ നോക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ആൻഡ് ഡിഫൈൻ ബബിൾ സോർട്ട് ഓഫ് എ. ഓക്കെ, ആൻഡ് അതാണ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ n = n ഓഫ് എ എന്ന് കൊടുക്കുന്നു. പിന്നെ 4 പാസ് ഓഫ് n നം ഇൻ റേഞ്ച് ഓഫ് 1, n. ഇവിടെ നിങ്ങൾക്ക് അറിയാലോ, അതായത് റേഞ്ച് ഓഫ് 1, n എന്ന് പറയുന്നത് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന എങ്ങനെയായിരിക്കും, 1 to n-1 വരെ എക്സിക്യൂട്ട് ആകുള്ളൂ. ഓക്കെ, റേഞ്ച് ഫംഗ്ഷനിൽ 1 to n-1 വരെ എക്സിക്യൂട്ട് ആകുള്ളൂ, n പോകില്ല. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഇവിടെ n മാത്രം കൊടുത്താൽ മതി അല്ലേ. അതാണ് ഇവിടെ n മാത്രം കൊടുക്കുന്നത്. അത് നിങ്ങൾ ഓർക്കണം കേട്ടോ. അതായത് മീൻസ് ഇത് n-1 എന്ന് അറിയാതെ നിങ്ങൾ സിയിലും പൈത്തണിലും വരുമ്പം ആ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഓർക്കാതെ n-1 എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് അപ്പം ചിലപ്പോൾ തെറ്റായിട്ടുള്ള ഔട്ട് ഓഫ് ഇൻഡെക്സ് എറേഴ്സ് എല്ലാം വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഓർ അൺസോർട്ടഡ് ആറ് കിട്ടാനുള്ള ചാൻസും ഉണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് 4i ഇൻ റേഞ്ച് n-1. ഇവിടെ നമ്മൾ n-1 എന്താണ് യൂസ് ചെയ്തത്, ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. 4 റേഞ്ച് ഓഫ് n-1 എന്ന് പറയുമ്പം എന്താകും, n-1. ഇത് ഓൾറെഡി കൊടുക്കുമ്പോൾ ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് 0 തൊട്ട് തുടങ്ങും എന്തായാലും, പിന്നെ n-2 വരെ ആയിരിക്കും. ഓക്കെ, n-2 വരെ ആയിരിക്കും ഇത് റൺ ആകുന്നത്. ഓക്കെ, ആൻഡ് അടുത്ത എന്താണ്, ഇഫ് a of i ഗ്രേറ്റർ ദാൻ a of i + 1. അതിൽ നമ്മളെപ്പോഴും സ്വാപ്പിങ്ങിൻ്റെ ഇത്, അതായത് നമ്മൾ അസെൻഡിങ് ഓർഡറിലാണ് സോർട്ട് ചെയ്യുന്നതെങ്കിൽ എന്നിട്ട് എന്താണ് സ്വാപ്പ് ഓഫ് i, i + 1 ആൻഡ് സ്വാപ്പ് ഓഫ് x, y, a. ഇതിൽ നമുക്ക് ഓൾറെഡി ഇങ്ങനെ എഴുതാം, ഇഫ് a of x, a of i, y = a of i, a of x. ഓക്കെ, നമ്മൾ സിയിലെ പോലെ തന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് 3 ലൈൻസിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഒറ്റ ലൈനിൽ തന്നെ നമുക്ക് സ്വാപ്പിംഗ് ചെയ്യാൻ പറ്റും. അതാണ് പൈത്തണിൻ്റെ ഒരു അഡ്വാൻറ്റേജും കൂടെ. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. നമ്മുടെ ബബിൾ സോർട്ട് എന്ന് പറയുന്നത് ബബിൾ സോർട്ടിൽ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ ഉള്ളതിൽ ഏറ്റവും സോർട്ടിങ് അൽഗോറിതംസിൽ ഉള്ളതിൽ ഏറ്റവും സിമ്പിളും നമ്മൾ ബബിൾ സോർട്ടാണ്. അപ്പം ബബിൾ സോർട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലായല്ലോ. അതായത് നമ്മളിപ്പം ഒരു എലമെന്റ്സ് ഉണ്ടെങ്കിൽ ഏറ്റവും വലിയ എലമെന്റ്സ് ആയിരിക്കും ഒരു സൈഡിലോട്ട് വന്ന് വരുന്നത്. ആൻഡ് പാസസ് നമ്മളെങ്ങനെ യൂസ് ചെയ്യുന്നത്, n-1 എലമെന്റ്സും പിന്നെ നമ്മൾ നമ്മുടെ റേഞ്ച്, നമ്മുടെ അകത്തുള്ള സ്വാപ്പിംഗ് ആയിട്ടുള്ള അതെങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അതും എത്ര എലമെന്റ്സ് ഉണ്ടോ അതിന് ഏറ്റവും ലാസ്റ്റുള്ള എലമെന്റ് നമ്മളെപ്പോഴും മാറ്റി വയ്ക്കും. ഓക്കെ, കാരണം ഇവിടെ എന്തായിരിക്കും നമ്മൾ ലാസ്റ്റുള്ള എലമെന്റ് മാറ്റി വയ്ക്കുന്നത്, ജസ്റ്റ് ഇവിടെ നോക്കിയാൽ മതി. ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് i, i+1 എന്നാണ്. ഓക്കെ, i+1 യൂസ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പം n എന്ന് ഇവിടെ ഇട്ടാലേ, അതായത് n-1 വരെ പോകുള്ളൂ. പക്ഷേ i+1 എന്ന് കൊടുക്കുമ്പോൾ എന്താകും, n ആകും. n വരുമ്പോൾ എന്താകും, ഔട്ട് ഓഫ് ഇൻഡെക്സ് എറർ വരും. ഓക്കെ, അത് അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ n-1 യൂസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ഓർക്കണം. അതായത് ഏത് ഇൻഡെക്സ് യൂസ് ചെയ്താലും i+1 യൂസ് ചെയ്യുന്നെങ്കിൽ നമ്മൾ ഏറ്റവും ലാസ്റ്റ് അറയിലുള്ള ഒരു എലമെന്റ് ബാക്കി വയ്ക്കണം. ഓക്കെ, അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അതിനാണ് നമ്മളിവിടെ n-1 യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിൽ ജസ്റ്റ് ഒരു ചെറിയൊരു എക്സാമ്പിൾ പോലെ പറയാം. ഇപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് വരുന്നതെന്ന്. ഇതിപ്പോൾ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്കിലും ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇപ്പം നമ്മുടെ ഫസ്റ്റ് പാസ് എങ്ങനെയാണ്,
ഫസ്റ്റ് പാസ് 1. ഓക്കെ, പാസ് 1ൽ എങ്ങനെ വരും? നമ്മൾ ഓരോന്നായിട്ട് കമ്പയർ ചെയ്യല്ലേ. അപ്പം 6ഉം 2ഉം സ്വാപ്പ് വേണ്ടേ? യെസ്, സ്വാപ്പാണ്. അപ്പം അത് 2 6 11 7 5 ആയി. എന്നിട്ട് 6ഉം 11 സ്വാപ്പ് ആണോ? വേണ്ട. 11 7 സ്വാപ്പ് ആണോ? വേണം. ഓക്കെ, അപ്പം അത് രണ്ട് സ്വാപ്പായി. അപ്പം 2 6 7 11 5 എന്നായി. എന്നിട്ട് അടുത്ത 5ഉം 11 സ്വാപ്പ് ആണോ? യെസ്, വേണം. അപ്പം 2 6 7 5 11 ആയി. അപ്പം നമ്മുടെ ഇതെന്തായി? ഫസ്റ്റ് പാസ് കഴിഞ്ഞു. ഫസ്റ്റ് പാസ് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഏറ്റവും ലാസ്റ്റ് എലമെന്റ് ഉണ്ടോ, അതാണ് ബിഗ്ഗസ്റ്റ് എലമെന്റ് അല്ലേ. അതേപോലെ തന്നെ നമുക്ക് അടുത്ത അപ്പം ഇതെന്താകും? പാസ് 2ലോട്ട് പോകും. ഓക്കെ, പാസ് 2ൽ എങ്ങനെയാണ് വരുന്നത്? പാസ് 2ൽ നമ്മൾ തുടക്കത്തിൽ നിന്ന് തുടങ്ങും. 2ഉം 6ഉം ചേഞ്ച് ഉണ്ടോ? വേണ്ട. അപ്പം 2 6 7 ആണ്. എന്നിട്ട് 6ഉം 7ഉം നോക്കും? വേണ്ട. എന്നിട്ട് 7ഉം 5ഉം നോക്കും? വേണം. അപ്പം എന്താകും? 7ഉം 5ഉം ചേഞ്ച് ഉണ്ട്. 2 6 5 7 11. ഇത് നമ്മുടെ പാസ് 2 കഴിഞ്ഞു. ഓക്കെ, അപ്പം നമ്മുടെ രണ്ട് എലമെന്റ്സ് നോക്കിക്കുക, അതിലെ ഏറ്റവും വലിയ എലമെന്റ്സ്. ഓക്കെ, അതാണ് നമ്മുടെ അത് കഴിഞ്ഞു. ഇനി അടുത്ത പാസ് 3ലോട്ട് പോകാം. പാസ് 3ൽ എങ്ങനെയാണ് നോക്കുന്നത്? നമ്മുടെ ഫസ്റ്റ് രണ്ട് എലമെന്റ്സ് നോക്കാം. ഫസ്റ്റ് രണ്ട് എലമെന്റ്സ് സ്വാപ്പിംഗ് ആണോ? വേണ്ട. അതേപോലെ തന്നെ അടുത്ത രണ്ട് എലമെന്റ്സ് പാസിംഗ് ആണോ? വേണ്ട. അപ്പം എന്താകും? 2 6 5 7 11. ഇത് സോറി, ഇത് രണ്ടും ഇത് സ്വാപ്പിംഗ് വേണ്ടേ? അപ്പം എന്താകും? 2 5 6 7 11 ഇങ്ങനെയാകും. ഓക്കെ, അപ്പം നമ്മുടെ പാസ് 3യും കഴിഞ്ഞു. ഇനി അടുത്ത നമ്മുടെ പാസ് 4 ആണ്. പാസ് 4ൽ നമ്മൾ ഏതാണ് കമ്പയർ ചെയ്യുന്നത്? 2ഉം 5ഉം കമ്പയർ ചെയ്യും. അപ്പം 2ഉം 5ഉം കമ്പയർ ചെയ്യുമ്പോൾ ഇത് കറക്റ്റ് അല്ലേ? അപ്പം നമുക്ക് ഇത് മാറ്റേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പം എന്തായി? നമ്മുടെ 2 5 6 11 ആയി. ഇവിടെ നമ്മൾ എത്ര പാസസ് യൂസ് ചെയ്തു? എത്ര എലമെന്റ്സ് ഉണ്ടോ അതേ -1 അല്ലേ? അതായത് 5 എലമെന്റ്സ് ഇല്ലേ, അത് -1 പാസസ് അല്ലേ നമ്മൾ യൂസ് ചെയ്തത്. പാസ് ഈക്വൽ ടു 4 അല്ലേ? 4 പാസസിലാണ് നമുക്ക് എന്തായി? സോർട്ടഡ് അറേ കിട്ടി. ഇതാണ് ബേസിക് ആയിട്ട് നമ്മുടെ ബബിൾ സോർട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള ഒരു അൽഗോരിതം. ഓക്കെ, അത് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനും കൂടെ നോക്കാം. അതായത് നമ്മൾ 6 11 ഫസ്റ്റ് സ്വാപ്പിങ്ങിൽ ഇങ്ങനെ ചെയ്യുന്നു, മാറ്റുന്നു. ആൻഡ് ഇവിടെ കണ്ടോ, അതായത് നമ്മൾ A0 A1 സ്വാപ്പ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് അതേപോലെ തന്നെ A1 A2 സ്വാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, ആണ് ഇവിടെ കാണിക്കുന്നത്. ആൻഡ് A2 A3 സ്വാപ്പിങ് ആവശ്യമില്ലേ, അങ്ങനെ അത് സ്വാപ്പ് ചെയ്യുന്നു. ആൻഡ് പിന്നെ A2 A3 സ്വാപ്പ് ചെയ്യണ്ടേ, അതങ്ങനെ ആവശ്യമില്ല. പിന്നെ 11 5 ആവശ്യമുണ്ട്, അങ്ങനെ നമുക്ക് സ്വാപ്പ് ചെയ്തു. അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാസ്. ഇത് പാസ് 1 മാത്രമാണ്. ഓക്കെ, അപ്പം മുൻപേ പറഞ്ഞില്ല, പാസ് 1 മാത്രമാണ് നമ്മുടെ ഇവിടെ പറഞ്ഞത്. അപ്പം പാസ് 2ൽ എങ്ങനെ ആകും? പാസ് 2ൽ ഇത് രണ്ടും സോർട്ടഡ് ആകും. അതേപോലെ തന്നെ പാസ് 3ലാകുമ്പോഴോ ഇത് 3 സോർട്ടഡ് ആകും. പിന്നെ പാസ് 4 ആകുമ്പം ഇത് ഇത്ര സോർട്ടഡ് ആകും. അപ്പോൾ ആകെ 1 എലമെന്റ് അല്ല, അപ്പം എന്തായി? ഫുള്ളും സോർട്ടഡ് ആയി. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ബബിൾ സോർട്ട് അൽഗോരിതം. ഓക്കെ, നിങ്ങൾക്കത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആൻഡ് നമുക്ക് ഈ ബബിൾ സോർട്ട് അൽഗോരിതത്തിനെ തന്നെ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് നന്നായിട്ട് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഇനി നമുക്ക് ഒപ്റ്റിമൈസേഷൻ ഓഫ് ബബിൾ സോർട്ട് അൽഗോരിതം എങ്ങനെയാണെന്ന് നോക്കാം. സോ ഇതിൽ നിങ്ങൾക്ക് ഇപ്പം ബബിൾ സോർട്ട് പഠിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അതിലൊരു അനാവശ്യമായിട്ട് കുറച്ച് നമ്മൾ സ്റ്റെപ്സ് യൂസ് ചെയ്യുന്നതായിട്ട് തോന്നിയോ? അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പം അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക. എന്തെങ്കിലും നിങ്ങളിത് കുറച്ചുകൂടെ ഒന്ന് ടൈം എടുത്ത് ഇതൊന്ന് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് മനസ്സിലാകും. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതിൽ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് നോക്കാം. ദ അറേ ഗെറ്റ് സോർട്ടഡ് ആഫ്റ്റർ എ ഫ്യൂ പാസസ് ലൈക്ക് 1 or 2, then ideally the algorithm should terminate അല്ലേ. But still the above algorithm executes the remaining passes which cause extra comparisons. കണ്ടോ, ഇവിടെ തന്നെ കണ്ടോ, അതായത് ഇപ്പം നമ്മുടെ ഇവിടെ ആണെങ്കിൽ എനിക്കിപ്പം ഇവിടെ 2 5 6 7 11 ഇതിൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയല്ലേ. പിന്നെ നമുക്ക് വീണ്ടും ഒരു പാസിലോട്ട് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഇല്ല. ബട്ട് സ്റ്റിൽ ഇത് 4th പാസിലോട്ട് പോയി അവിടെ ഒരു എക്സ്ട്രാ ഒരു കമ്പാരിസൺസും നടത്തേണ്ടി വന്നു. അങ്ങനത്തെ ഒരു എക്സ്ട്രാ ആയിട്ടുള്ള സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടി വന്നു. അപ്പം അത് ഇവിടെ ഒരു റിഡൻഡൻ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ അല്ല. അതായത് നമ്മളെപ്പോഴും നോക്കുന്നത് നമ്മൾ റിപ്പീറ്റബിലിറ്റി കുറയ്ക്കാനല്ല നമ്മൾ ഏത് അൽഗോരിതം എടുത്താലും. അപ്പോൾ ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലേ. അപ്പം അതാണ് നമ്മുടെ ഇവിടെ ഒപ്റ്റിമൈസേഷൻ ഓഫ് ബബിൾ സോർട്ട് അൽഗോരിതത്തിൽ പറയുന്നത്. അതായത് അനാവശ്യമായിട്ടുള്ള പാസസ് നമ്മൾ കുറയ്ക്കുന്നു. അതിനെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതൊന്ന് വായിച്ച എല്ലാവരും വായിച്ചേ. ടു അവോയ്ഡ് എക്സ്ട്രാ കമ്പാരിസൺസ് വി മെയിൻറ്റെയിൻ എ ഫ്ലാഗ് വേരിയബിൾ. ഓക്കെ, നമ്മൾ ഇവിടെ എന്താണ് യൂസ് ചെയ്യുന്നത്? ഒരു ഫ്ലാഗ് വേരിയബിൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിന് നമ്മൾ 0 എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, a flag variable helps to break the outer loop of passes after obtaining the sorted array. The initial value of the flag variable is set to 0. The 0 value of flag variable denotes that we have not encountered any swaps. Once we need to swap adjacent values for correcting their wrong order, the value of flag variable is set to 1. Okay, and if we encounter a pass where flag equal to 0, then it is safe to break the outer loop and declare the array is sorted.
ഓക്കെ, ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കിപ്പം ദ സീറോ വാല്യൂ ഓഫ് ഇത് ഇവിടെ ഫ്ലാഗ് നമ്മൾ ഇനിഷ്യലി 0 ആയിട്ടായിരിക്കും ഇതാക്കുന്നത്. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു വൺസ് വി നീഡ് ടു സ്വാപ്പ് അഡ്ജസൻറ്റ് വാല്യൂസ് ഫോർ കറക്റ്റിംഗ് ദർ റോങ് ഓർഡർ ദ വാല്യൂ ഓഫ് ഫ്ലാഗ് വേരിയബിൾ ഈ സെറ്റ് ടു 0 കണ്ടോ. അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും സ്വാപ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താകും, ഫ്ലാഗ് എന്ന് പറയുന്നത് 1 ആകും. ഓക്കെ, ഫ്ലാഗ് 1 ആകും. ഇഫ് വി എൻകൗണ്ടർ എ പാസ് വെയർ ഫ്ലാഗ് ഈക്വൽ ടു 0 then it is safe to break the outer loop and declare the array sorted. അതായത് എനിക്കിപ്പം ഇനിഷ്യലി ഫ്ലാഗ് 0 ആയിരിക്കും. ഓക്കെ, ഞാനിപ്പം ഈ ഒരു കേസിൽ 2 4 5 ഓക്കെ, ജസ്റ്റ് 3 വേരിയബിൾസ് എടുത്താൽ മതി. നമുക്കിപ്പം ഈ ഒരു കേസിലാണെങ്കിൽ 2 ഞാൻ കമ്പയർ ചെയ്തു, ഓക്കെ, 4 കമ്പയർ ചെയ്തു, 5 കമ്പയർ ചെയ്തു. ഇതാണ് എൻ്റെ ഫസ്റ്റ് പാസ് അല്ലേ. ഫസ്റ്റ് പാസിൽ എന്തെങ്കിലും സ്വാപ്പ് വേണ്ടി വന്നോ? സ്വാപ്പ് വേണ്ടി വന്നില്ല. അപ്പോൾ നമ്മുടെ ഫ്ലാഗ് വേരിയബിൾ എന്ത് തന്നെയായിരിക്കും? 0 ആയിരിക്കും. ഈ ഒരു കേസിൽ എനിക്ക് അടുത്ത ഒരു നെക്സ്റ്റ് സ്വാപ്പിലോ പാസിലോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, കാരണം എനിക്ക് ഈ ഫ്ലാഗ് വേരിയബിൾ സ്റ്റിൽ 0 തന്നെയായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അവിടെ സ്വാപ്പിംഗ് ഒന്നും ആവശ്യമേ വന്നിട്ടില്ല. അപ്പോൾ അതിനർത്ഥം എന്താണ്? ആ ഒരു ഫേസിലൂടെ, ആ ഒരു പാസിലൂടെ തന്നെ നമ്മുടെ അറേ സോർട്ടഡ് ആയി. അറേ ഈസ് സോർട്ടഡ്. ഓക്കെ, ഇനി അഥവാ എനിക്കിപ്പം 2 5 4 ഇത് എൻ്റെ ഫസ്റ്റ് പാസ്സാണ്. ഓക്കെ, ഇനി അപ്പം ഈ ഒരു പാസിൽ എനിക്കിവിടെ സ്വാപ്പിംഗ് ചെയ്യേണ്ടി വന്നില്ലേ? സ്വാപ്പിംഗ് ചെയ്യുമ്പോൾ എൻ്റെ വാല്യൂ എന്താകും? ഫ്ലാഗ് ഈക്വൽ ടു 1. അപ്പോൾ ഫ്ലാഗ് ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്രമേ നമ്മൾ ബ്രേക്ക് ചെയ്യുള്ളൂ. ഫ്ലാഗ് ഈക്വൽ ടു 1 ആണെങ്കിൽ എന്താകും? അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും. അതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള അൽഗോരിതം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ അതിൻ്റെ തന്നെ നമുക്കൊരു ഇത് നോക്കാം, യൂസേജ് നോക്കാം എങ്ങനെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, ഇത് നമ്മുടെ സിയിലുള്ള ഒരു കോഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? 4i പാസ് ഈക്വൽ ടു 1, പാസ് ഓഫ് പാസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n-1, പാസ് പ്ലസ്. അപ്പോൾ നമ്മൾ എന്താണ് മുമ്പേ ചെയ്തത്? ഓരോ പാസിനും നമ്മൾ ഫ്രഷ് ആയിട്ട് നമ്മളൊരു ഫ്ലാഗ് ഈക്വൽ ടു 0 എന്ന് ഇനിഷ്യലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഇവിടെ പാസ് ഈക്വൽ ടു 1 എന്നാണ് കൊടുക്കുന്നത്. പാസ് ഈക്വൽ ടു 1 to n-1 ആണ്. ഓക്കെ, അതായത് ഇവിടെ ഇതിൽ ഓർമ്മയുണ്ടല്ലോ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു n-1 എന്നാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഫുള്ള് ട്രാവേഴ്സ് ചെയ്യും 1 to n-1, അതായത് ഒരു ലാസ്റ്റ് എലമെന്റ് വരെ ഇത് പോകും. ഓക്കെ, അത് 1 to n-1 ആണ്. അപ്പം എന്തായാലും 4 എലമെന്റ്സ് ഉണ്ടെങ്കിൽ എത്ര പാസസ് ആയിരിക്കും? 3 പാസസ് ആയിരിക്കും അല്ലേ? n-1 പാസസ് ആയിരിക്കും. അപ്പോൾ അവിടെ അതാണ് റൺ ചെയ്യുന്നത്. പിന്നെ എന്താണ് അടുത്ത? എല്ലാം സെയിം തന്നെയാണ്. 4i i ഈക്വൽ ടു 0, i ലെസ് ദാൻ ഓർ ഈക്വൽ ടു n-2 പ്ലസ് ആയി. പിന്നെ എന്താണ്? ഇത് സ്വാപ്പിങ്ങിന്റെ കണ്ടീഷൻ fi ഗ്രേറ്റർ ദാൻ ഓഫ് a പ്ലസ് 1 ആണെങ്കിൽ സ്വാപ്പ് ചെയ്യണം. ഇവിടെ കണ്ടോ, സ്വാപ്പ് ചെയ്തെങ്കിൽ എന്താകും? നമ്മുടെ ഇവിടെയാണ് വേരിയേഷൻ വന്നത്. ഫ്ലാഗ് ഈക്വൽ ടു 1 എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് ഔട്ടർ ലൂപ്പിൽ നിന്ന് പോയി. എന്നിട്ട് എന്തായി? എന്നിട്ടിപ്പം i ഈക്വൽ ടു n-2 വരെ റൺ ചെയ്താൽ ഇതപ്പം സ്വാപ്പ് നടന്നെങ്കിൽ നമ്മുടെ ഫ്ലാഗിൻ്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലേ? അപ്പം ഇവിടെ ഈ ഫ്ലാഗ് ഈക്വൽ ടു 0 ബ്രേക്ക് ആകണോ? ഫ്ലാഗ് ഈക്വൽ ടു 1 ആയിരിക്കില്ല. ഫ്ലാഗ് ഈക്വൽ ടു 1 ആണെങ്കിൽ എന്താകും? വീണ്ടും റൺ ആകും. ഇനി അഥവാ സ്വാപ്സ് ഒന്നും ഇല്ലെങ്കിൽ, ഞാൻ മുൻപേ പറഞ്ഞ പോലെ തന്നെ സ്വാപ്സ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്ന ഫ്ലാഗ് ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, ആൻഡ് ഈ ഒരു ലൂപ്പിൽ നോക്കിക്കേ, ഇഫ് a ഓഫ് i ഗ്രേറ്റർ ദാൻ a ഓഫ് i പ്ലസ് 1 ആയാൽ മാത്രമല്ല നമ്മുടെ ഫ്ലാഗ് 1 ആകുള്ളൂ. അതായത് സ്വാപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഫ്ലാഗ് 1 ആകുള്ളൂ. ഇല്ലെങ്കിൽ എന്തായിരിക്കും? ഈ ഫുൾ ലൂപ്പ് കറങ്ങി കഴിഞ്ഞിട്ട് എന്തായാലും ഫ്ലാഗ് ഈക്വൽ ടു 0 ആകും. അപ്പോൾ 0 ആകുമ്പോൾ എന്താകും? നമുക്ക് വീണ്ടും ഇതിലോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, കാരണം നമ്മുടെ എല്ലാം അറേ സോർട്ടഡ് ആയി. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ലൂപ്പിൽ നിന്ന് ബ്രേക്ക് ചെയ്യാം. നമ്മൾ ഈ ലൂപ്പിൽ നിന്നാണ് ബ്രേക്ക് ചെയ്യുന്നത്. ഓക്കെ, 4i പാസ് ഈക്വൽ ടു 1, പാസ് ഓഫ് n-1 ലൂപ്പിൽ നിന്നാണ് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ബ്രേക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ ഫ്ലാഗ് ഈക്വൽ ടു 0 ബ്രേക്ക് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ആ ഒരു മെത്തേഡിനാണ്. ഓക്കെ, ആൻഡ് ഇത് നമ്മുടെ മുമ്പേ പറഞ്ഞ് സ്വാപ്പിങ്ങിൻ്റെ ഒരു ഫംഗ്ഷനും കൂടെയാണ്. അത് നമ്മൾ മുൻപേ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെയാണ്. ഇനി നമുക്ക് പൈത്തണിലും കൂടെ നോക്കാം, പൈത്തണിൽ എങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പോൾ നമ്മളിവിടെ കാണുന്നത് പോലെ തന്നെ പൈത്തണിൽ എങ്ങനെയാണ് വരുന്നത്? പൈത്തണിലും സെയിം തന്നെയാണ്, നമ്മൾ മുൻപേ കണ്ടതുപോലെ തന്നെയാണ്. പിന്നെ എക്സ്ട്രാ ആയിട്ട് ഇവിടെയാണ് പാസിൻ്റെ, അതായത് ഫസ്റ്റ് പാസ് ലൂപ്പിൻ്റെ അകത്താണ് നമ്മൾ ഫ്ലാഗ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, അതിൽ നമ്മൾ ഇനിഷ്യലായിട്ട് 0 എന്ന് ഇതാക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ പാസിൽ ഇപ്പോൾ എന്തായാലും 1 ആയിരിക്കില്ലേ? അപ്പോൾ ആ 1 തന്നെ നമുക്ക് വീണ്ടും ഈ ഒരു പാസിൽ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതായത് ഞാനിപ്പം പറഞ്ഞുതരാം. 2 5 4 6. ഓക്കെ, ഈ ഒരു ഇനിഷ്യൽ പാസിൽ എങ്ങനെയായിരിക്കും? ഇനിഷ്യൽ പാസിൽ എന്തായാലും ഇത് രണ്ടും നോക്കുമ്പം ഇവിടെ നോക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും? ഫസ്റ്റ് സ്വാപ്പ് വരേണ്ട ഇങ്ങനെ ആയിരിക്കും അല്ലേ? 2 4 5 6. ഈ ഒരു കേസിൽ ഫ്ലാഗ്
0 ആണ്. ഇപ്പം ഇങ്ങനെ ചേഞ്ച് വരുമ്പോൾ എന്താകും, ഫ്ലാഗ് 1 ആകും. ഓക്കെ, ഇതോടെ നമ്മുടെ എന്തായി പാസ് 1 കഴിഞ്ഞു. ഓക്കെ, അപ്പം നമ്മുടെ പാസ് 2 എന്താകും, പാസ് 2 എന്ന് പറയുന്നത് 2 4 5 6. ഓക്കെ, ഇതാണ് നമ്മുടെ ഇവിടെ എന്താണ് ഫ്ലാഗ് 0 ആണ്. പിന്നെ ഇതെന്താകും, ഇത് ഫുള്ള് ഇങ്ങനെ ട്രവേഴ്സ് ചെയ്യും അല്ലേ, ഈ ഒരു ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഈ ഒരു ലൂപ്പ് ഫുള്ളാണ് ട്രവേഴ്സ് ചെയ്യുന്നത്. 2 4 കമ്പയർ ചെയ്യും, 4 5 കമ്പയർ ചെയ്യും, പിന്നെ 5 6 കമ്പയർ ചെയ്യും. ഇവിടെ ഇതാക്കുമ്പോൾ നമുക്ക് വേറെ ഈ ലൂപ്പിൻ്റെ അകത്തോട്ട് കയറാനായിട്ടുള്ള ചാൻസ് ഉണ്ടോ? ഏതെങ്കിലും വലിയ എലമെന്റ് നേരത്തെ വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ഫ്ലാഗ് എന്തായിരിക്കും, സെയിം ഫ്ലാഗ് 0 തന്നെ ആയിരിക്കും. 0 ആണെങ്കിൽ എന്താകും, ഇവിടെ പോകുമ്പം നമ്മുടെ ബ്രേക്ക് ആകും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായി, 2 പാസസ് കൊണ്ട് തന്നെ നമുക്ക് എന്തായി സോർട്ടഡ് ആയിട്ട് കിട്ടി. അപ്പം ഈ 2 പാസസ് അല്ലെങ്കിൽ ഇത് എക്സ്ട്രാ ആയിട്ട് 3 പാസസ് പോകേണ്ടി വരില്ലായിരുന്നോ? കാരണം നമുക്ക് 4 എലമെന്റ്സ് ഉണ്ടെങ്കിൽ എത്ര പാസസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? 3 പാസസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത് നമുക്ക് എക്സ്ട്രാ ആയിട്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടി ആ ഒരു പാസസ്. സോ അതാണ് നമുക്കിവിടെ എക്സ്ട്രാ ആയിട്ട് വന്നത്. അപ്പോൾ നമ്മുടെ ഒപ്റ്റിമൈസ്ഡ് ബബിൾ സോർട്ട് അൽഗോരിതം മനസ്സിലായല്ലോ. അതായത് ജസ്റ്റ് നമ്മൾ എക്സ്ട്രാ ആയിട്ടുള്ള പാസസിനെ ഒഴിവാക്കുന്നു, മാത്രമേ ഉള്ളൂ. ഓക്കെ, ആൻഡ് ഇതിൽ നമുക്ക് ഇനി ടൈം കോംപ്ലക്സിറ്റി അനാലിസിസ് നോക്കാം. അപ്പം ടൈം കോംപ്ലക്സിറ്റി അനാലിസിസ് എന്ന് പറയുമ്പോൾ അന്ന് നമ്മൾ ബിഗ് ഓ നൊട്ടേഷൻസ് പഠിച്ചില്ലേ, അതിൽ തന്നെ നമുക്ക് ഓ നൊട്ടേഷൻസ് യൂസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്കിപ്പോൾ 2 ഫോർ ലൂപ്പ് വന്നാൽ എത്രയായിരിക്കും വരുന്നത്, അതിൻ്റെ എല്ലാം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് യൂസ് ചെയ്യുന്നത്? ബബിൾ സോർട്ട് യൂസസ് 2 loops, ഇന്നർ ലൂപ്പ് ആൻഡ് ഔട്ടർ ലൂപ്പ്. ഓക്കെ, ദ ഇന്നർ ലൂപ്പ് ഡിറ്റർമിനിസ്റ്റിക്കലി പെർഫോംസ് ഓഫ് എൻ കമ്പാരിസൺസ് അല്ലേ. അതായത് നമുക്കിപ്പം ഇവിടെ നമുക്ക് നോക്കിയാൽ, അല്ലെങ്കിൽ ഇതെടുക്കാം, ഇവിടെ നമുക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഈ ഒരു ലൂപ്പിലാണെങ്കിൽ എത്ര കമ്പാരിസൺസ് ആണ് വരുന്നത്? ഓഫ് എൻ ആയിരിക്കും അല്ലേ, ഓഫ് എൻ ആയിരിക്കും ഇവിടെ വരുന്നത്. കാരണം 5 എലമെന്റ്സ് ഉണ്ടെങ്കിൽ 5 എലമെന്റ് ഉള്ള അറേ ആണെങ്കിൽ എത്ര വട്ടം ട്രവേഴ്സ് ചെയ്യും? അത് ഒരു 4 ലൂപ്പേ ഉള്ളൂ. അപ്പം 4 = i = 1 2 3 4 അങ്ങനെ n വട്ടം ഒരിക്കലേ പോണേ. അപ്പം എന്തായാലും നമുക്ക് ഇവിടെ n എന്ന് അപ്രോക്സിമേറ്റ് ചെയ്യാം. ഇപ്പം n വലിയൊരു വാല്യൂ ആണെങ്കിൽ n = 10,000 ആണെന്ന് വിചാരിച്ചോ. അപ്പം n-2 എന്ന് പറയുമ്പം ഏകദേശം എത്ര വരും? n-2 എന്ന് പറയുമ്പം അതിൽ തന്നെ ഏകദേശം 999 വേരിയബിൾസ് കാണാം. അപ്പം നമുക്ക് ആ ഒരു 1 അപ്രോക്സിമേറ്റ് ചെയ്യില്ല. അതിനാണ് നമ്മൾ ഓഫ് n എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അറിയാലോ അതെങ്ങനെയാണ് വരുന്നതെന്ന്. ഓക്കെ, അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ലൂപ്പിൻ്റെ കോംപ്ലക്സിറ്റിയാണ് ഓഫ് n എന്ന് പറയുന്നത്. അപ്പം ഇതും കൂടെ വരുമ്പോഴോ ഈ ഒരു എക്സ്റ്റേണൽ ആയിട്ട്, അതായത് ഓരോ എലമെന്റ്സ് ഉണ്ടെങ്കിലും അതിൻ്റെ *5 ആണ് അല്ലേ. അതായത് സെയിം ഇത് തന്നെയാണ് ഓഫ് n × n ആകും. അതാണ് നമുക്ക് ഓഫ് n² ആകുന്നത്. ഓക്കെ, 2 ലൂപ്പ് യൂസ് ചെയ്യുമ്പോൾ എന്താകും, അതായത് ഞാനിപ്പം ഇവിടെ 1 2 3 4 5 6 അപ്പം ആദ്യത്തെ ഇതിൽ ഞാനിത് ഇങ്ങനെ കമ്പയർ ചെയ്യല്ലേ, എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യും, ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ ഒരു പാസ് കാരണം വീണ്ടും എനിക്ക് കമ്പയർ ചെയ്യണം. അതേപോലെ തന്നെ ഇത് 5 ഉള്ളതുകൊണ്ട് 5 വട്ടം ഞാൻ ഇങ്ങനെ കമ്പയർ ചെയ്ത് പോവുക. ഓക്കെ, അപ്പം അത് എൻ്റെ എത്ര ഇതായി? n × n ആയി അല്ലേ. അപ്രോക്സിമേറ്റ് ചെയ്താൽ നമുക്ക് n × n² ആക്കാം. അതാണ് നമ്മുടെ എത്ര വരും? കോംപ്ലക്സിറ്റി ഓഫ് n² എന്നാണ് വരുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ വേഴ്സ്റ്റ് കേസിലാണെങ്കിൽ എന്താകാം, അതായത് നമുക്കിപ്പോൾ ഫുൾ പാസസും ഇതാക്കി. ഇത് പിന്നെ നമ്മൾ കൺവെൻഷനൽ ആയിട്ടുള്ള ബബിൾ സോർട്ട് അൽഗോരിതം ആണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ടൈം കോംപ്ലക്സിറ്റി ഉദ്ദേശിക്കുന്നത് എപ്പോഴും നമ്മുടെ വേഴ്സ്റ്റ് കേസിനെ വെച്ചിട്ടാണ് എപ്പോഴും പറയുന്നത് അല്ലേ. അപ്പം നമുക്ക് നോക്കാം, നമ്മുടെ ഇവിടെ എന്താണ് വരുന്നത്? വേഴ്സ്റ്റ് കേസിൽ വരുന്നത് ദ ഔട്ടർ ലൂപ്പ് റൺസ് ഓഫ് n ടൈംസ് ആണ് വരുന്നത്. ഓക്കെ, ആൻഡ് ഹെൻസ് ദ വേഴ്സ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റി ഓഫ് ബബിൾ സോർട്ട് ഈസ് ഓഫ് n × n. അപ്പോൾ എത്രയായി? ഓഫ് n² എന്നാണ് വരുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. പിന്നെ ബെസ്റ്റ് കേസ് എന്താണ്? ഇൻ ബെസ്റ്റ് കേസ് ദ അറേ ഈസ് ഓൾറെഡി സോർട്ടഡ് ബട്ട് സ്റ്റിൽ ടു ചെക്ക് ബബിൾ സോർട്ട് പെർഫോംസ് ഓഫ് n കമ്പാരിസൺ, ഹെൻസ് ദ ബെസ്റ്റ് ടൈം കോംപ്ലക്സിറ്റി ഓഫ് ബബിൾ സോർട്ട് ഈസ് ഓഫ് n. ആ ഒരു കേസിൽ നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഇവിടെ എനിക്കിപ്പം സോർട്ടഡ് ആയിട്ടുള്ള ഒരു അറയാണ് കിട്ടുന്നെങ്കിൽ, എൻ്റെ ഒരു കേസിൽ ഇപ്പം എനിക്കിപ്പോൾ സോർട്ടഡ് ആയിട്ടുള്ള അറയാണെങ്കിൽ കിട്ടുന്നെങ്കിൽ ഇവിടെ ഒന്ന് നോക്കിക്കേ. ആദ്യമേ ഒരു പാസ് കൺസിഡർ ചെയ്യും. പിന്നെ എന്താണ്, ഇതൊന്ന് നോക്കുക അല്ലേ, a(i) > a(i+1) ആണോ നോക്കാം. അപ്പോൾ ഇത് രണ്ടും ചെക്ക് ചെയ്യും, പിന്നെ ഇത് രണ്ടും ചെക്ക് ചെയ്യും, പിന്നെ ഇത് രണ്ടും ചെക്ക് ചെയ്യും, ഇത് രണ്ടും ചെക്ക് ചെയ്യും. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി എനിക്ക് ഇത്രയും n വട്ടം കൺസിഡർ ചെയ്യേണ്ടി വന്നില്ല, n ഓപ്പറേഷൻസ് ചെയ്യേണ്ടി വന്നു അല്ലേ, n കമ്പാരിസൺസ് ചെയ്യേണ്ടി വന്നു, n കമ്പാരിസൺസ്. ഓക്കെ, അപ്പോൾ എന്തായി?
അപ്പം പിന്നെ അതിനുശേഷം ഫ്ലാഗ് 0 ആയിരിക്കും അല്ലേ, ഫ്ലാഗ് 0 ആയതുകൊണ്ട് എനിക്ക് എത്ര പാസസ് വേണ്ടി വന്നു, അത്ര n പാസസേ വേണ്ടി വന്നുള്ളൂ. അതാണ് നമ്മൾ പറയുന്നത്. ഇൻ ബെസ്റ്റ് കേസ് എന്താണ്, ദ അറേ ഈസ് ഓൾറെഡി സോർട്ടഡ് ബട്ട് സ്റ്റിൽ ടു ചെക്ക് ബബിൾ സോർട്ട് പെർഫോംസ് ഓഫ് n കമ്പാരിസൺസ്. ഹെൻസ് ദ ബെസ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റി ഓഫ് ബബിൾ സോർട്ട് ഈസ് ഓഫ് n. ഓക്കെ, നിങ്ങൾ ഓർത്ത് വയ്ക്കണം അതെങ്ങനെയാണ് വന്നതെന്ന്. പിന്നെ നമ്മുടെ ആവറേജ് കേസ് എന്താണ്, ആവറേജ് കേസ് മേ റിക്വയർ n/2 പാസസ് ആൻഡ് ഓഫ് n കമ്പാരിസൺസ് ഫോർ ഈച്ച് പാസ്. ഓക്കെ, അതായത് n/2 പാസസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആവറേജ് കേസസിലാണെങ്കിൽ ഇപ്പം എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അതിൽ നിന്നും ഇപ്പം 2 3 1 0 ഈ ഒരു കേസിലാണെങ്കിൽ നമുക്ക് എത്ര പാസസ് വേണ്ടി വരും, 1 പാസ് 2 പാസ്, അങ്ങനെ 4 പാസസ് വേണ്ടി വന്നു. അങ്ങനെ മൊത്തത്തിൽ ഓരോരോ ഇതിലും എനിക്കിപ്പം n/2 പാസസ് ആണ് വേണ്ടി വരുന്നത്. അതായത് എനിക്കിപ്പം 2 എലമെൻറ്റ്സ് മാത്രമേ നമുക്കിവിടെ മീൻസ് അൺസോർട്ടഡ് ആയിട്ട് വരുന്നുള്ളൂ. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം 2 4 5 1 ഈ ഒരു കേസിലാണെങ്കിൽ എനിക്ക് 2 എലമെൻറ്റ്സ് മാത്രമേ അൺസോർട്ടഡ് ആയിട്ട് വരുന്നുള്ളൂ. ഓക്കെ, അപ്പം ഈ ഒരു കേസിലാണ് എന്താ വരുന്നത്, 2 4 5 3. ഈ ഒരു കേസിൽ ഇത് ഇങ്ങോട്ട് വരും, ഇത് ഇങ്ങോട്ട് വരും. അപ്പം തന്നെ ഓൾറെഡി സോർട്ടഡ് ആയി. അതാണ് n/2 കേസസ് എന്ന് പറയുന്നത്. n/2 പാസസ് ആണ് കേട്ടോ, പാസസ് ആണ് അത്. അപ്പോൾ ഇവിടെ എത്ര പാസസ് വേണ്ടി വരും, 2 പാസസ്. ഓക്കെ, ആൻഡ് ഓഫ് n കമ്പാരിസൺസ് ഫോർ ഈച്ച് പാസ് ആൻഡ് ഹെൻസ് ദ ആവറേജ് കേസ് ഓഫ് ബബിൾ സോർട്ട് അൽഗോരിതം ഈസ് ഓഫ് n/2. അതായത് n/2 ഇൻറ്റു n. അപ്പോൾ ഇതിൻ്റെ എന്താകും, n²/2. ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് 1/2 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്, സ്റ്റിൽ തീറ്റ ഓഫ് n² എന്നായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മുടെ ഇത് നോക്കിക്കേ, ടൈം കോംപ്ലക്സിറ്റി നോക്കിക്കേ. നമ്മുടെ ബെസ്റ്റ് കേസിൽ എത്രയാണ് വന്നത്, ബെസ്റ്റ് കേസിൽ നമുക്ക് കാണാം നമ്മുടെ ബെസ്റ്റ് കേസിൽ ഓഫ് n ടൈംസ് ആണ് വന്നത് അല്ലേ, കാരണം ഒരു വട്ടം ചെക്ക് ചെയ്താൽ മതി. പിന്നെ ഒപ്റ്റിമൈസ്ഡ് അല്ലെങ്കിൽ എന്താകും, ഒപ്റ്റിമൈസ്ഡ് അല്ല അല്ലെങ്കിൽ അതിൽ ഓഫ് n² തന്നെ ആയിരിക്കും അല്ലേ, കേട്ടോ, അത് ഓർത്തിരിക്കണം. ആൻഡ് ഒപ്റ്റിമൈസ്ഡ് അല്ലെങ്കിൽ ഇത് വീണ്ടും റൺ ചെയ്തുകൊണ്ടിരിക്കും, പാസസ് ഫുള്ള് കൺസിഡർ ചെയ്യും. ഈ ഒപ്റ്റിമൈസ്ഡിലാണ് നമുക്ക് ഓഫ് n വരുന്നത്. ഓക്കെ, അത് നിങ്ങൾ ഓർക്കണം. പിന്നെ ആവറേജ് കേസിലാണെങ്കിൽ തീറ്റ ഓഫ് n² എന്നായിരിക്കും വരുന്നത്. ഓക്കെ, അതാണ് നമ്മളിപ്പോൾ നോക്കിയത്. ആൻഡ് വേഴ്സ്റ്റ് കേസിലാണ് നമ്മുടെ ഓഫ് n². അപ്പം മിക്കുള്ള അടുത്തും നമ്മുടെ വേഴ്സ്റ്റ് കേസ് ആയിരിക്കും നമ്മൾ ചോദിക്കുന്നത്. അപ്പം ബബിൾ സോർട്ടിൻ്റെ വേഴ്സ്റ്റ് കേസ് ഇത് എത്രയാണ്, ഓഫ് n². അപ്പം ഇത് നിങ്ങൾ ഇത് എഴുതി വയ്ക്കണം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് ഇതാണ് കേട്ടോ. അതായത് നമ്മുടെ ബബിൾ സോർട്ടിൽ എപ്പോഴും ചോദിക്കുന്നത് മീൻസ് കമ്പാരിസൺസ് ആയിരിക്കും. അപ്പം ഇതിൽ നമ്മൾ ഓർത്തിരിക്കണം, നമ്മുടെ ബെസ്റ്റ് കേസ് എന്താണ്, ഒപ്റ്റിമൈസ്ഡ് ബബിൾ സോർട്ടിൻ്റെ കേസ് എന്ന് പറയുന്നത് ഓഫ് n ആണ്. പിന്നെ ആവറേജ് കേസ് എന്താണ്, തീറ്റ ഓഫ് n² ആണ്. ആൻഡ് വേഴ്സ്റ്റ് കേസ് എന്താണ്, ഓഫ് n² ആണ്. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. ഇത് 3 ആണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ആൻഡ് ഇനി നമുക്ക് സ്പേസ് കോംപ്ലക്സിറ്റി നോക്കാം. അപ്പം ബബിൾ സോർട്ട് യൂസസ് ഓൺലി എ കോൺസ്റ്റന്റ് എമൗണ്ട് ഓഫ് എക്സ്ട്രാ സ്പേസ് ഫോർ വേരിയബിൾസ് ലൈക്ക് ഫ്ലാഗ്. That is the space complexity of bubble sort is of 1 and it is an in place sorting algorithm and as it modifies elements of the original array to given array. Okay, അതായത് നമ്മൾ ഇവിടെ പറയുന്നത് ഇപ്പം 2 3 5 6 ഇങ്ങനത്തെ ഒരു ഇതുണ്ടെങ്കിൽ എനിക്കിപ്പം എന്ത് വേരിയേഷൻ ഉണ്ടെങ്കിലും ഞാൻ സ്വാപ്പ് ചെയ്തിട്ടല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പം എക്സ്ട്രാ ആയിട്ട് ഞാൻ വേരിയബിൾസ് യൂസ് ചെയ്യുന്നില്ലല്ലോ. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നെങ്കിൽ ഇപ്പം മറ്റേ സ്വാപ്പിങ്ങിനാണെങ്കിൽ ഞാൻ ടെമ്പ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെന്താണ് ഫ്ലാഗ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഒരു കോൺസ്റ്റന്റ് ടേംസ് ആണ്. അതായത് ഇപ്പം എന്നിന് ഒരു 10 വന്നാലും എന്നിന് ഒരു 1000 വാല്യൂസ് ഉണ്ടെങ്കിലും എനിക്ക് ആകെ എക്സ്ട്രാ ആയിട്ട് എത്ര ഇത് മാത്രം മതി, 2 വേരിയബിൾസ് മാത്രം മതി. ബാക്കിയല്ലേ ഞാൻ ആ അറേയിൽ തന്നെ സ്വാപ്പ് ചെയ്യുന്നതാണ് അല്ലേ. എക്സ്ട്രാ ആയിട്ട് എനിക്ക് സ്പേസ് ഒന്നും വേണ്ടി വരുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത് സ്പേസ് കോംപ്ലക്സിറ്റി ഓഫ് ബബിൾ സോർട്ട് എത്രയാണ്, ഓഫ് 1 ആണ്. അതാണ് ഇവിടെ പറയുന്നത്, ഓഫ് 1 ആണ് നമ്മുടെ സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. അതായത് ഇത് ഇൻപ്ലേസ് സോർട്ടിംഗ് ആണ്. അതായത് നമുക്ക് ഉള്ളതിൽ തന്നെയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പിംഗ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതാണ് ഇതിന് ഇൻപ്ലേസ് സോർട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് മോഡിഫൈസ് എലമെന്റ്സ് ഓഫ് ദ ഒറിജിനൽ array to sort the given array. And അതായത് നമുക്ക് ഓൾറെഡി ഉള്ള അറേ ഇപ്പം 6 5 4 3 ഇതിൽ എങ്ങനെയാണ് മാറ്റുന്നത്, ഇത് ഇങ്ങോട്ട് സാപ്പ് അങ്ങനെ 5 4 3 6 എന്നിട്ട് വീണ്ടും സാപ്പ് ചെയ്യും, എന്നിട്ട് 4 3 5 6 എന്നിട്ട് വീണ്ടും സാപ്പ് ചെയ്യും 3 4 5 6 അങ്ങനെയല്ല സാപ്പ് ചെയ്യുന്നത്. എനിക്ക് വേറെ എക്സ്ട്രാ ആയിട്ട് സ്പേസ് വന്നു, അതായത് ഞാൻ 6ന് വേറെ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്തിട്ട് എന്നിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊടുത്തത്. അല്ല, ഞാൻ ഓൾറെഡി ഉള്ള 2 എലമെന്റ്സിനും സാപ്പ് ചെയ്യുന്നു അല്ലേ. അതുകൊണ്ട് ഇതിനെന്താണ് ഇൻപ്ലേസ് സോർട്ടിംഗ് അൽഗോരിതം എന്ന് നമ്മൾ പറയുന്നുണ്ട്. അതിനാണ് ഇൻപ്ലേസ് സോർട്ടിംഗ് അൽഗോരിതം എന്ന് പറയുന്നത്. ഓക്കെ,
ആണ് നമ്മുടെ ഇൻപ്ലേസ് സോർട്ടിംഗ് അൽഗോരിതം. പിന്നെ ബബിൾ സോർട്ടിന്റെ കുറച്ച് പ്രോപ്പർട്ടീസും കൂടെ നോക്കാം. ഓക്കെ, ആൻഡ് ബബിൾ സോർട്ട് ഈസ് എ സ്റ്റേബിൾ സോർട്ടിംഗ് അൽഗോരിതം. അത് അത്യാവശ്യം നല്ല സ്റ്റേബിൾ ആണല്ലേ, കാരണം നമുക്ക് വേറെ ഇതൊന്നും ആവശ്യം വരുന്നില്ല. ആൻഡ് ഇറ്റ് ഈസ് എൻ ഇൻപ്ലേസ് സോർട്ടിംഗ് അൽഗോരിതം. അത് ഞാൻ പറഞ്ഞു, എക്സ്ട്രാ ആയിട്ട് സ്പേസ് ഒന്നും എടുക്കുന്നില്ല, അതാണ് ഇൻപ്ലേസ് എന്ന് പറയുന്നത്. ആൻഡ് ദ വേഴ്സ്റ്റ് ടൈം കോംപ്ലക്സിറ്റി ഓഫ് ദ അൽഗോരിതം ഈസ് ഓഫ് എൻ സ്ക്വയർ. ഇത് നമ്മൾ നോക്കിയതാണ്. ആൻഡ് സ്പേസ് കോംപ്ലക്സിറ്റി എത്രയാണ്? ഓഫ് 1 ആണ്. നമ്മൾ മിക്കുള്ളപ്പോഴും ചോദിക്കുന്നത് വേഴ്സ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റി ആണ് കേട്ടോ. അതാണ് നമ്മളിവിടെ നോക്കുന്നത്, മെയിനായിട്ട് നോക്കുന്നത്. അത് എത്രയാണ്? ഓഫ് എൻ സ്ക്വയർ ആണ്. പിന്നെ നമ്പർ ഓഫ് സ്വാപ്സ് ഇൻ ബബിൾ സോർട്ട് എന്ന് പറയുന്നത് എത്രയാണ്? നമ്പർ ഓഫ് ഇൻവേർഷൻ പേഴ്സ് പ്രസന്റ് ഇൻ ദ ഗീവൻ അറേ. അതിനെപ്പറ്റി ഞാനൊരു ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഈ പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. ആൻഡ് ബബിൾ സോർട്ട് ഇസ് ബെനിഫിഷ്യൽ വെൻ അറേ എലമെന്റ്സ് ആർ ലെസ് ആൻഡ് ദ അറേ ഇസ് നിയർലി സോർട്ടഡ്. ഓക്കെ, അതായത് ഇത് മെയിനായിട്ടും ഈ ബബിൾ സോർട്ട് എന്ന് പറയുന്നത് ഇപ്പം 5 4 3 2 ഈ ഒരു കേസിൽ എന്താണ്? ഫുള്ളി ഡിസെൻഡിങ് ആണ്. അപ്പോൾ എനിക്ക് ഫുള്ളി മാറ്റണം അല്ലേ. ഈ ഒരു കേസിലൊക്കെ ആണെങ്കിൽ ബബിൾ സോർട്ട് എന്ന് പറയുന്നത് നല്ല ടൈം എടുക്കുന്ന ഒരു സംഭവമാണ്, അതായത് എൻ സ്ക്വയർ തന്നെ വരും. ഓക്കെ, ഈ ഒരു കേസിലാണെങ്കിൽ അതാണ് ഇവിടെ പറയുന്നത്. ബബിൾ സോർട്ട് ഈസ് ബെനിഫിഷ്യൽ വെൻ അറേ എലമെന്റ്സ് ആർ ലെസ്. അതായത് ഇത് 4 എലമെന്റ്സിലുള്ള ഒരു 1000 എലമെന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും ടൈം എടുക്കും. ഓക്കെ, ടൈം നല്ല കൂടുതലാണ്. ആൻഡ് നിയർലി സോർട്ടഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എനിക്കിപ്പം ഈ ലാസ്റ്റ് എലമെന്റ് പൊസിഷനിൽ വെച്ചിട്ടല്ലേ ഞാൻ എപ്പോഴും സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ ഒരു 1000 എലമെന്റ്സ് ഒരു ഡിസെൻഡിങ് ഓർഡറിൽ ഇരിക്കുന്നു, എനിക്കത് അസെൻഡിങ് ആക്കണം. അതായത് 1099 അങ്ങനെ പോയി 1 വരെ. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് 1000 ഈ ഒരു എഡ്ജ് എത്തിക്കണം, 999 ഈ എഡ്ജ് എത്തിക്കണം. അങ്ങനെ എനിക്ക് അത്രയും ടൈം എടുക്കുന്നുണ്ടല്ലേ. അപ്പോൾ അത്രയും ടൈം എടുക്കുന്നുള്ള ഒരു ഡിസഡ്വാൻറ്റേജും കൂടെ നമ്മുടെ ബബിൾ സോർട്ടിനുണ്ട്. ഓക്കെ, അതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ബബിൾ സോർട്ടിൻ്റെ ഓരോരോ പ്രോപ്പർട്ടീസും കാര്യങ്ങളും. ഓക്കെ, ഓക്കെ, നമ്മൾ പ്രോപ്പർട്ടീസ് നോക്കിയല്ലേ. അപ്പം ബബിൾ സോർട്ടിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കി. ഇനി നമുക്ക് ബബിൾ സോർട്ടിൻ്റെ തന്നെ കുറച്ച് 2 പ്രോബ്ലംസ് കൂടെ നോക്കാം. സോ ഈ പ്രോബ്ലംസ് എന്താണ് പറയുന്നത്? ദ നമ്പർ ഓഫ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, ദ നമ്പർ ഓഫ് സ്വാപ്പിംഗ് നീഡഡ് ടു സോൾവ് ദ നമ്പേഴ്സ് 8, 22, 7, 9, 31, 5, 13 ഇൻ അസെൻഡിങ് ഓർഡർ ഈസ് യൂസിങ് ബബിൾ സോർട്ട് ഈസ്. ഓക്കെ, അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് നമുക്കിപ്പം തന്നിട്ടുള്ളത്? അത് നമുക്ക് ആദ്യമേ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ്റെ ആദ്യമേ ഓർഡർ നോക്കാം. ഓക്കെ, 8 ഉണ്ട്, 22, 7, 9, 31, 5, 13. ഓക്കെ, ഇതൊക്കെയാണ് നമുക്കുള്ളത്. അപ്പം ഇത് നമുക്കുള്ളതിൽ അപ്പം നമുക്ക് എത്ര സ്വാപ്സ് വേണ്ടി വരും എന്ന് നമുക്ക് ആദ്യമേ നോക്കണം. അപ്പം നമുക്ക് ആദ്യമേ ഇത് റൺ ചെയ്ത് നോക്കാം അല്ലേ. അപ്പം നമുക്ക് ഇത് റൺ ചെയ്യുമ്പോൾ എന്തായിരിക്കും? പാസ് 1 ആയിരിക്കും. ഓക്കെ, അപ്പം പാസ് 1ൽ എന്താണ്? നമ്മളെ ഏറ്റവും വലിയ നമ്പർ ആയിരിക്കും അല്ലേ ഏറ്റവും ആദ്യമേ വരുന്നത്. അപ്പം നമുക്ക് ഒന്ന് നോക്കാം എവിടേക്കാണ് സ്വാപ്സ് വരുന്നത്. ഓക്കെ, ഇവിടെ 8ഉം 22ഉം നമ്മൾ ആദ്യമേ നമ്മൾ ഏതൊക്കെ കമ്പയർ ആണ്? 8ഉം 22ഉം. ഓക്കെ, ഇത് ഞാൻ ബേസിക്കലി ഫസ്റ്റ് നമ്മൾ ബബിൾ സോർട്ടിൻ്റെ അൽഗോരിതം വെച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാം. പിന്നെ ഞാൻ പ്രോപ്പർട്ടി വെച്ച് ചെയ്യുന്ന കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ 8ഉം 22ഉം കമ്പയർ ചെയ്യുമ്പം സ്വാപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലേ. അപ്പം അടുത്ത നമുക്ക് നോക്കാം. 22, 7 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് സ്വാപ്പിംഗ് ആവശ്യമുണ്ടോ? യെസ്, അവിടെ ആവശ്യമുണ്ടല്ലേ, അവിടെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ ഇതെന്താകും? ഇവിടുത്തെ 22 ആകും, ഇത് 7 ആകും. ഓക്കെ, നമുക്ക് ഫസ്റ്റ് സ്വാപ്പ് വന്നു. ആൻഡ് ഇവിടെ 22ഉം 9 ആകും. ഓക്കെ, 22 ഇവിടെ 7 വരും, ഇവിടെ 22 വരും. ഓക്കെ, ഇവിടെ 22ഉം 9ഉം തമ്മിൽ സ്വാപ്പിംഗ് ആവശ്യമുണ്ടോ? യെസ്, ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ 22 ഇങ്ങോട്ട് വരും, ഇവിടെ ഇങ്ങോട്ട് വരും, 9 ഇങ്ങോട്ട് വരും. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്വാപ്പായി. ഓക്കെ, 9, 22 ആൻഡ് 22, 31 സ്വാപ്പ് ആവശ്യമുണ്ടോ? ഇല്ല. ആൻഡ് ഇനി അടുത്ത് നമുക്ക് അപ്പം എങ്ങനെ കിട്ടി? 8, 7, 9, 22. ഓക്കെ, ഇനി 31, 5 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് സ്വാപ്പിംഗ് ആവശ്യമുണ്ടോ? യെസ്, അവിടെ ആവശ്യമുണ്ടല്ലേ. അപ്പോൾ നമുക്ക് അത് ഇതാക്കാം, 5ഉം 31 ആകും. അപ്പം പിന്നെ നമ്മുടെ തേർഡ് സ്വാപ്പായി. ആൻഡ് ഇവിടെ 13ഉം 31ഓ? യെസ്, അവിടെ ആവശ്യമുണ്ടല്ലേ. അപ്പം അതും സ്വാപ്പ് ചെയ്തു, ഇത് ഇവിടെ 13 ആകും, 31 ആകും. അപ്പം നമ്മുടെ പാസ് 2 എങ്ങനെ വരും? എല്ലാവരും പറഞ്ഞ് നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ചെയ്ത് വയ്ക്കുക കേട്ടോ. എല്ലാവരും എൻ്റെ കൂടെ തന്നെ ചെയ്ത് പോകുക. ആൻഡ് 8, 7, 9, 22, 5, 13, 31 എല്ലാവരും ആയില്ലേ? എല്ലാ നമ്പേഴ്സും ആയി. നമുക്കിപ്പം ഇനി ഇതാണ് നമ്മുടെ പാസ് 2 എന്ന് പറയുന്നത്. അപ്പം പാസ് 2ൽ ഇനി എന്തൊക്കെ വേരിയേഷൻ വരും? അപ്പം ഇതിൽ പാസ് 2 കഴിഞ്ഞിട്ട് നമുക്ക് നോക്കുമ്പോൾ എങ്ങനെയാണ് കിട്ടുന്നത്? അതായത് ഏറ്റവും ലാസ്റ്റ് വേരിയബിൾ സോർട്ടഡ് ആയല്ലേ. അപ്പം ഏറ്റവും ലാസ്റ്റ് വേരിയബിൾ, ഏറ്റവും ലാർജസ്റ്റ് വേരിയബിൾ
ഏറ്റവും ലാസ്റ്റ് ആണ് വന്നത്. ഓക്കെ, അത് ഇതാ കറക്റ്റായി. ഇനി അടുത്ത് പാസ് 2. പാസ് 2ൽ 8ഉം 7ഉം ചേഞ്ച് ആവശ്യമുണ്ടോ? യെസ്, അവിടെ ആവശ്യമുണ്ടല്ലേ. ഇത് 7 ആകും, ഇത് 8 ആകും. ഓക്കെ, ആൻഡ് 8ഉം 9ഉം ചേഞ്ച് ആവശ്യമുണ്ടോ? ഇല്ല. ആൻഡ് 9 ആൻഡ് 22 അവിടെ ഇല്ല. പക്ഷേ 22 ഇവിടെ എത്ര പാസ് വന്നു? ബൈ ദ ബൈ നമുക്ക് ഫസ്റ്റ് പാസിൽ എത്ര വന്നു? ഇത് ഫസ്റ്റ് സ്വാപ്പ് അല്ലേ, ഇത് സെക്കൻഡ് സ്വാപ്പ്, ഇത് തേർഡ് സ്വാപ്പ്, ആൻഡ് ദിസ് ഈസ് ദ ഫോർത്ത് സ്വാപ്പ്. അപ്പോൾ നമുക്ക് പാസ് 1ൽ എത്ര സ്വാപ്സ് വേണ്ടി വന്നു? 4 സ്വാപ്സ് വേണ്ടി വന്നു. ആൻഡ് സെക്കൻഡിലാണെങ്കിലോ ഇവിടെ 1 വന്നു. ഓക്കെ, ഇത് ഞാൻ മാർക്ക് ചെയ്തിടാം 1 എന്ന്. ആൻഡ് ഇത് ഇവിടെ ഒരു സ്വാപ്പ് വേണ്ടി വന്നില്ലേ, അപ്പം ഇത് 5 22, ആൻഡ് ഇത് സെക്കൻഡ് സ്വാപ്പായി. ആൻഡ് ഇവിടെ നമുക്ക് സ്വാപ്പ് ആവശ്യം വന്നില്ലേ, അപ്പോൾ ഇതെന്താകും? ഇത് 13, ഇത് 22. അപ്പോൾ നമ്മുടെ തേർഡ് സ്വാപ്പായി. ഈ 22 31 ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് പാസ് 2ൽ എത്ര സ്വാപ്സ് വേണ്ടി വന്നു? 3 സ്വാപ്സ് വേണ്ടി വന്നു. അപ്പോൾ നമ്മുടെ പാസ് 3യുടെ ഇതെങ്ങനെ വരും? ഇവിടെ 7 വരും, പിന്നെ 8 വരും, പിന്നെ 9 വരും, പിന്നെ അടുത്ത ഏതാ വരുന്നത്? 5 വരുന്നു, പിന്നെ അടുത്തത് നെക്സ്റ്റ് 13 ആൻഡ് 22 ആൻഡ് 31. ഓക്കെ, ഇനി ഇതിപ്പം അടുത്ത് നോക്കാം. അടുത്ത പാസിൽ നമുക്ക് 7ഉം 8ഉം സ്വാപ്പ് വേണ്ടി വന്നോ? ഇല്ല. ആൻഡ് 8 9 സ്വാപ്സ് വേണ്ടി വന്നോ? ഇല്ല. 9 5 സ്വാപ്സ് വേണ്ടി വന്നില്ലേ, അപ്പം 9 5 മാറി 5 9 ആകും. ഓക്കെ, ആൻഡ് 13 12 സ്വാപ്പ് വേണ്ടി വന്നോ? ഇല്ല. ആൻഡ് നമുക്ക് 13 22 ആവശ്യമുണ്ടോ? സ്വാപ്സ് വേണ്ടി വന്നോ? ഇല്ല. ആൻഡ് 22 33 അവിടെയും ഇല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര? ഒരു പാസേ വന്നോളൂ. ഇനി അടുത്ത പാസ് 3ൽ എത്ര? 1 പാസ്. ആൻഡ് പാസ് 4ലോ? പാസ് 4ൽ 7 8 5. അപ്പോൾ പാസ് 3 ആകുമ്പം എത്ര നമ്പേഴ്സ് ആയിരിക്കും നമുക്ക് ഏകദേശം സോർട്ടഡ് ആയിട്ട് വരുന്നത്? ഏറ്റവും ലാസ്റ്റ് ഉള്ള 3 അല്ലേ. അപ്പോൾ ഫസ്റ്റിൽ ഈ 31 വന്നു, പിന്നെ സെക്കൻഡിൽ 31, ആൻഡ് നെക്സ്റ്റ് 22 വന്നു, ആൻഡ് ഇതിൽ അടുത്ത 13 ഇതുവരെ വന്നു അല്ലേ. ഇനി അടുത്ത് നമുക്ക് നോക്കാം. 7 8 5 9 13 22 33 ഇതല്ലേ. ഇതിലപ്പോൾ നമുക്ക് ഇവിടെ സ്വാപ്സ് വേണ്ടി 7 8 സ്വാപ്പ് വേണോ? വേണ്ട. 8ഉം 5ഉം സ്വാപ്പ് വേണ്ടി വന്നു അല്ലേ. ഇവിടെ നമുക്ക് സ്വാപ്പ് ചെയ്യാം, പിന്നെ അവിടെ ഒന്നും വേണ്ട, അതും സോർട്ടഡായി. അപ്പോൾ ഇവിടെയും 1. ആൻഡ് ഇത് പാസ് 4, പിന്നെ പാസ് 5ഉം കൂടെ വേണ്ടി വരും, കാരണം ഇവിടെ 7ഉം 5ഉം 9 13 ആൻഡ് എക്സെട്ര. അപ്പം ഇവിടെ നമുക്കൊരു സ്വാപ്പ് വന്നില്ലേ, അവിടെയും 1. അപ്പം പാസ് 5ൽ 1, പാസ് 4ൽ 1, ആൻഡ് ഇങ്ങനെയാണ് വന്നത്. അപ്പോൾ എത്രയാണ്? 4 പ്ലസ് പാസ് 1ൽ എത്രയാണ്? 4 പാസ് ആൻഡ് 3 സ്വാപ്സ്, ആൻഡ് പാസ് 2ൽ 3, ആൻഡ് പാസ് 3 4 5ലെല്ലാം ഓരോന്നും ഇതല്ലേ. അപ്പോൾ എത്രയാണ് നോക്കിക്കേ, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 4 + 3 + 1 + 1 + 1 എത്രയാണ്? 10 അല്ലേ. 10 ആണ്. അപ്പോൾ നമ്മുടെ ഇതിൽ ഓപ്ഷൻ ഏതാണ്? നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ 10 ആണ്. ഇതാണ് നമുക്ക് ഞാൻ അല്ലാതെ നമ്മുടെ സാധാരണ എങ്ങനെയാണ് അൽഗോരിതം പഠിച്ചത് അതുപോലെയാണ് ഞാനിപ്പം ചെയ്തത്. അപ്പോൾ മനസ്സിലായല്ലോ. അതായത് ഓരോ പാസ് കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഡിജിറ്റ് ആണ് സെറ്റായിട്ട് വരുന്നത്. അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഒരു മെത്തേഡിൽ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ആൻഡ് അടുത്ത മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്കത് നോക്കാം. അപ്പോൾ അടുത്ത മെത്തേഡിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അടുത്ത മെത്തേഡിൽ ഇവിടെ നമുക്ക് ആകെ നമ്മൾ മുമ്പേ ഒരു പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? അതായത് നമ്മുടെ നമ്പർ ഓഫ്, ഈ പ്രോപ്പർട്ടി ഒന്ന് വായിച്ചേ, നമ്പർ ഓഫ് സ്വാപ്സ് ഇൻ ബബിൾ സോർട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് ഇൻവേർഷൻ പെയർസ് റെപ്രസെന്റ് ഇൻ ദ ഗിവൻ അറേ. അപ്പം ഇത് നമുക്ക് എത്ര സ്വാപ്സ് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവേർഷൻ പെയർ കണ്ടുപിടിക്കണം. അതായത് ഈ ഒരു നമ്പർ 8 എന്ന് പറയുന്ന നമ്പർ ഉണ്ടല്ലേ, 8ന് ശേഷം ഏതെങ്കിലും ഒരു അതിൽ നിന്നും ചെറുതായിട്ടുള്ള നമ്പേഴ്സ് ഉണ്ടോ എങ്കിൽ അങ്ങനത്തെ ആവശ്യം വരുമ്പോൾ നമുക്ക് സ്വാപ്സ് വേണ്ടി വരുന്നത്. അപ്പോൾ എത്ര ഇൻവേർഷൻ പേഴ്സ് അങ്ങനെ വരുന്നുണ്ടെന്ന് നോക്കണം. അപ്പോൾ നമുക്ക് 8ൻ്റെ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം. ഞാൻ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇൻവേർഷൻ പേഴ്സ്. 8 വെച്ച് നോക്കുമ്പോൾ 8ൻ്റെയും കണ്ട് ചെറിയ നമ്പേഴ്സ് ഉണ്ടോ? യെസ്, 7 ഉണ്ടല്ലേ. അപ്പോൾ 8 7 എന്താണ്? ഒരു ഇൻവേർഷൻ പെയറാണ്. പിന്നെ അടുത്ത 8 9 വലുതല്ലേ, അപ്പം അത് കറക്റ്റ് ഓർഡറാണ്. 31 വലുതാണ്, അതും കറക്റ്റ് ഓർഡറാണ്. 5 ചെറുതാണല്ലേ, അപ്പം എന്തായി? 8ഉം 5ഉം ഒരു 2 ഇൻവേർഷൻ പേഴ്സായി. ഓക്കെ, ആൻഡ് അടുത്ത 22 നോക്കാം. 22 വെച്ച് നോക്കുമ്പം അടുത്ത ഏതാ? 7 ആണ് വരുന്നത്. 7 ചെറുതല്ലേ, അപ്പം അതൊരു ഇൻവേർഷൻ പെയറാണ്. പിന്നെ അടുത്ത ഏതാ? 9 ഒരു ഇൻവേർഷൻ പെയറാണ്. ആൻഡ് 31 നോക്കിക്കേ, 31 എന്താണ്? വലുതാണ്, അതപ്പം ഒരു ഇൻവേർഷൻ പെയർ അല്ല. ആൻഡ് നെക്സ്റ്റ് ഏതാണ് വരുന്നത്? 5 ആണ്. അപ്പം 5 22 5 ഒരു ഇൻവേർഷൻ പെയർ അല്ലേ? ആണ്, കാരണം 5 22നും കാട്ടിലും ചെറുതാണ്, അതിന് ശേഷമാണ് വരുന്നത്. ആൻഡ് 30 നോക്കിക്കേ, 13 22ന് കാട്ടിലും ചെറുതല്ലേ, അപ്പം അതും ഒരു ഇൻവേർഷൻ പെയർ ആണ്. ഓക്കെ, ഇനി അടുത്ത 7 നോക്കിക്കേ, 7നും കാട്ടിലും ചെറുതാണോ? 9 അല്ല. 31 ആണോ? അല്ല. 5 ആണോ? ആണ്.
5 അപ്പോൾ എന്താണ് 7,5 എന്താണ്, അതൊരു ഇൻവെർഷൻ പെയർ ആണ്. പിന്നെ 7,13 13 അല്ലേ വലുത്, അപ്പോൾ അതൊരു ഇൻവെർഷൻ പെയർ അല്ല. അതിൻ്റെ അടുത്ത 9 നോക്കാം. 9 31 വലുതാണ് ആൻഡ് 5 ആണല്ലേ ചെറുത്. അപ്പോൾ 9,5 ഒരു ഇൻവെർഷൻ പെയർ ആണ് ആൻഡ് 13 എന്തായാലും വലുതാണ്. ആൻഡ് 31 നോക്കുന്നെങ്കിലോ 31 5 ചെറുതാണല്ലേ. അപ്പോൾ 31,5 ഒരു ഇൻവെർഷൻ പെയർ ആണ്. പിന്നെ 31,13 ഒരു ഇൻവെർഷൻ പെയർ ആണ്. പിന്നെ 5,13 കറക്റ്റ് ഓർഡർ അല്ലേ. പിന്നെ ലാസ്റ്റ് ഉള്ള 13 ആണ്. അപ്പോൾ നമുക്ക് എത്ര ഇൻവെർഷൻ പെയർസ് കിട്ടി? എല്ലാവരും പറഞ്ഞ് 1 2 3 4 5 6 7 8 9 10. അപ്പോൾ നമുക്ക് എത്ര സ്വാപ്സ് വേണ്ടത്? 10 സ്വാപ്സ്. അപ്പം കണ്ടോ, നമുക്ക് കുറച്ചുകൂടി സിമ്പിളായിട്ട് കിട്ടിയില്ലേ. അതായത് ഈ മെത്തേഡിലാണെങ്കിൽ നമുക്ക് ഇൻവേർഷൻ പേഴ്സ് കണ്ടുപിടിക്കണം. അതായത് നമുക്കിപ്പം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ദ നമ്പർ ഓഫ് സ്വാപ്പിംഗ് നീഡഡ് ടു സോർട്ട് ദ നമ്പേഴ്സ്, ഇങ്ങനത്തെ ഒരു ഇൻ അസെൻഡിങ് ഓർഡർ യൂസിങ് ബബിൾ സോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, യൂസിങ് ബബിൾ സോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഫസ്റ്റ് നമ്മൾ ഓരോരോ ഇൻവേർഷൻ പേഴ്സ് കണ്ടുപിടിക്കണം. ഇൻവേർഷൻ പേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചാൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഈ പാസ് വെച്ച് ചെയ്യുന്ന, ഞാൻ ആദ്യമേ പറഞ്ഞ മെത്തേഡില്ല, അത് നിങ്ങൾ ചെയ്താൽ കുറച്ചുകൂടെ തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് അത് ടൈം കൺസ്യൂമിങ് കൂടെയാണ്. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്, കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇൻവെർഷൻ പേഴ്സ് 8 7 22 5. ഇത് എത്രയാണ് നമ്മുടെ ഇൻവെർഷൻ പേഴ്സ്. ഓക്കെ, ഇത് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം അതിപ്പോൾ മനസ്സിലായല്ലോ എന്താണ് ചെയ്തതെന്ന്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മൾ ഇൻ അസെൻഡിങ് ഓർഡർ ദ നമ്പർ ഓഫ് സ്വാപ്പിംഗ് നീഡഡ് ടു സോൾവ് ദ നമ്പേഴ്സ് ഇൻ അസെൻഡിങ് ഓർഡർ. ഇനി ഡിസെൻഡിങ് ഓർഡർ ആണെന്ന് പറഞ്ഞെങ്കിലോ, ഇനി ഡിസെൻഡിങ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഇതിനെ നേരെ തിരിച്ച് കണ്ടുപിടിച്ചാൽ മതി. അതായത് നമ്മളിപ്പോൾ നോക്കിയത് 8-നെയും കാട്ടിലും ചെറിയ നമ്പർ ശേഷം ഉണ്ടെന്നല്ലേ. അല്ലാതെ നോക്കുമ്പം 8-നെയും കാട്ടിലും വലിയ നമ്പർ അതിന് ശേഷം ഉണ്ടോ എന്ന് നോക്കണം. ഇപ്പം 8 22 ഒരു ഇൻവെർഷൻ പെയർ ആണ്. പിന്നെ 8 9 ഒരു ഇൻവെർഷൻ പെയർ ആണ്. 8 7 വരോ? ഇല്ല. ആൻഡ് 8 31 8,5 ഒരു ഇൻവെർഷൻ പെയർ അല്ല. 8,13 ഒരു ഇൻവെർഷൻ പെയർ ആണ്. അത് ഡിസെൻഡിങ് ഓർഡറിന്റെ കാര്യത്തിലാണ് കേട്ടോ. ഡിസെൻഡിങ് ഓർഡറിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യണം? നമ്മൾ ഒരു നമ്പറിനെയും കാട്ടിലും വലിയൊരു നമ്പർ അതിന് ശേഷം വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? അതൊരു ഇൻവെർഷൻ പെയർ ആണ്. അങ്ങനെ വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ. ഓക്കെ, ഇതാണ് നമ്മുടെ ബബിൾ സോർട്ടിന്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ അതിന് ശേഷമുള്ളത് നമുക്ക് പിന്നെ ബബിൾ സോർട്ടിന്റെ ഒരു വേഴ്സ്റ്റ് ടൈം കോംപ്ലക്സിറ്റിയും കൂടെ നോക്കാം. ഇത് എന്താണ് പറയുന്നത്? വെൻ വിൽ ബബിൾ സോർട്ട് ടേക്ക് വേഴ്സ്റ്റ് ടൈം കോംപ്ലക്സിറ്റി? ഓക്കെ, ദ അറേ ഈസ് സോർട്ടഡ് ഇൻ അസെൻഡിങ് ഓർഡർ, ദ അറേ ഈസ് സോർട്ടഡ് ഇൻ ഡിസെൻഡിങ് ഓർഡർ, ഓൺലി ദ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ അറേ ഈസ് സോർട്ടഡ്, ഓൺലി ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദ അറേ ഈസ് സോർട്ടഡ്. സോ നമ്മളിപ്പം ബബിൾ സോർട്ട് പഠിച്ചതിൽ നമുക്ക് എന്തൊക്കെയാണ് വരുന്നത്? ഇങ്ങനത്തെ ഒരു പാസസ് വരുന്നുണ്ട് അല്ലേ. പാസസ് വരുന്നുണ്ട്. പിന്നെ ഓരോ പാസസിലും ഇങ്ങനത്തെ സ്വാപ്സും കമ്പാരിസൺസും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ട് ബബിൾ സോർട്സിന്റെ ഇതല്ലേ. അപ്പം ഇത് നിങ്ങൾ മനസ്സിലാക്കുമ്പം നമുക്ക് മനസ്സിലാവുന്നത്, അതായത് സ്വാപ്സ് എപ്പോഴാണ് കൂടുന്നത്? ഇൻവേർഷൻ പെയർസ് കൂടുമ്പോൾ അല്ലേ. അപ്പോൾ ഇൻവേർഷൻ പെയർസ് എപ്പോഴായിരിക്കും കൂടുന്നത്? അതായത് എനിക്കിപ്പോൾ അസെൻഡിങ് ഓർഡർ ആണെങ്കിൽ ഇൻവേർഷൻ പെയർ ഏറ്റവും മാക്സിമം ആകുന്നത് എപ്പോഴായിരിക്കും? നമ്മുടേത് ഡിസെൻഡിങ് ഓർഡർ ആകുമ്പോഴായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുന്നെങ്കിൽ ഞാനിപ്പം ഇതിലൊന്ന് നോക്കിക്കേ, 8 6 5 4. ഇതിൽ എത്ര ഇൻവേർഷൻ പെയർസ് ഉണ്ടെന്ന് നോക്കിക്കേ. 8,7 ഒരു ഇൻവേർഷൻ പെയർ ആണ് അല്ലേ. 8,6 ഒരു ഇൻവേർഷൻ പെയർ ആണ്. 8,5 ഒരു ഇൻവേർഷൻ പെയർ ആണ് അല്ലേ. പിന്നെ അടുത്ത 7 എടുത്താൽ 7,6 ഒരു ഇൻവെർഷൻ, 7,5 ഒരു ഇൻവെർഷൻ ആണ്. പിന്നെ 6,5 ഒരു ഇൻവെർഷൻ ആണ്. കണ്ടോ, ഞാനിനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യുന്നു. അതായത് 8,5,7,6. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ എത്ര ഇൻവെർഷൻ പേഴ്സ് ഉണ്ട്? ഇങ്ങനെയാണെങ്കിൽ എനിക്ക് വരുന്നത് 8,5 8,7 8,6 ആൻഡ് പിന്നെ 5-ന് വരില്ലല്ലോ, പിന്നെ 7,6. കണ്ടോ, ഇത്ര ഇൻവേർഷൻ പേഴ്സ് എനിക്ക് വരുന്നുള്ളൂ. അപ്പോൾ എന്താണ്, അത്രയും സ്വാപ്സ് എനിക്ക് മതി. കണ്ടോ, ഇതിൽ ഏറ്റവും മാക്സിമം വരുന്നത് നമ്മളെപ്പോഴും ഡിസെൻഡിങ് ഓർഡർ ചെയ്യുമ്പോഴാണ്. ഇത് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ഒരു ക്വിക്ക് സോർട്ടിൽ വരുമ്പം നമ്മുടെ ബബിൾ സോർട്ട് മെത്തേഡിൽ വരുമ്പം നമുക്ക് ഏറ്റവും കൂടുതൽ സ്വാപ്സ് കൂടുമ്പോഴാണ് നമ്മുടെ ടൈം കോംപ്ലക്സിറ്റിയും കൂടുന്നത്. അതിന് നമ്മുടെ സ്വാപ്സ് അനുസരിച്ചിരിക്കും നമ്മുടെ ടൈം കോംപ്ലക്സിറ്റിയും ബേസ് ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് എന്ത് പറയാം, നമ്മുടെ എപ്പോഴും നമ്മുടെ സ്വാപ്സ് കൂടുന്നതനുസരിച്ചിട്ട് നമ്മുടെ ടൈം കോംപ്ലക്സിറ്റിയും കൂടും. അപ്പോൾ നമ്മുടെ വേഴ്സ്റ്റ് കേസ് ഏതായിരിക്കും ഈ ഒരു സാഹചര്യത്തിൽ? ഇതിലാണെങ്കിൽ നമുക്ക് പറയാം, ഉറപ്പായിട്ടും പറയാം എന്താണ്,
ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അതായത് നമ്മുടെ ഡിസെൻഡിങ് ഓർഡർ വരുമ്പോഴാണ് നമ്മുടെ ബബിൾ സോർട്ടിലെ ഏറ്റവും മാക്സിമം ടൈം എടുക്കുന്നത്. അതായത് ഇതിൽ തന്നെ പറയുന്നുണ്ട്, അത് മീൻസ് നമ്പർ ഓഫ് സ്വാപ്സ് റിക്വയർഡ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇൻവെർഷൻ പെയർസ്. ആൻഡ് ഇവിടെ ഒരു ഡിസെൻഡിങ് ഓർഡറിലാണെങ്കിൽ അത് പറയുന്നുണ്ട്. അതായത് മീൻസ് ഇപ്പം ഒരു 8 7 6 5 ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ഇതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? ഇതിൽ എത്ര എലമെൻറ്റ്സ് പറയാൻ പറ്റും? അതായത് എനിക്കിപ്പം സ്വാപ്പ് ചെയ്യുന്നെങ്കിൽ ഈ ഒരു എലമെൻറ്റ് ഇവിടെ വരെ കൊണ്ടെത്തിക്കണം അല്ലേ? അപ്പം എന്താകും? അപ്പം ഈ എലമെൻറ്റ്സ് എല്ലാം ഇങ്ങോട്ട് ഷിഫ്റ്റ് ആകും. അതിന് എത്ര സ്വാപ്സ് വന്നു? 3. പിന്നെ എനിക്ക് 7 എത്ര സ്വാപ്സ് ഇതാക്കണം? 2. ആൻഡ് 6, 5, 7, 8. 6 എത്ര സ്വാപ്സ്? 1. കണ്ടോ? എനിക്കപ്പോൾ ടോട്ടൽ എത്ര സ്വാപ്സ് വേണ്ടി വന്നു? 6 സ്വാപ്സ് വേണ്ടി വന്നു. അതായത് അതിനർത്ഥം എന്ന് വെച്ചാൽ എനിക്കിപ്പം ഇത് എത്ര വട്ടം കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു? 3 വട്ടം റൺ ചെയ്യേണ്ടി വന്നു അല്ലേ? പിന്നെ എത്ര സ്വാപ്സ് വേണ്ടി വന്നു? ഓരോ ഇതിനും എനിക്ക് ഇൻ ആവറേജ് 1 2 3 1 2 3, അതായത് ആ ഒരു ഫാക്ടേഴ്സിലാണല്ലേ പോയത്. അതായത് 3 + 2 + 1, അതായത് എത്ര ഇതുണ്ടോ മീൻസ് സമ്മിങ് ആയിട്ടാണ് പോകുന്നത് ഒരു നാച്ചുറൽ ഫാക്ടർ. ഇപ്പം എനിക്ക് ഒരു n ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ എനിക്കപ്പം എത്ര ടൈം എടുക്കും? ഒരു ഇത്രയും എലമെൻറ്റ്, അതായത് n ആണ് വലുത്. ഓക്കെ, n - 1, 1 ഇങ്ങനെ പോകുമ്പം എനിക്ക് എത്ര എലമെൻറ്റ്സ് ട്രവേഴ്സ് ചെയ്യണം? n ആണ് വലുതെന്ന് വെച്ചോ. അപ്പോൾ എനിക്ക് n - 1 സ്വാപ്സ് വേണ്ടി വരും അല്ലേ? കാരണം n - 1 ഇവിടെ ഇത് ഇത്രയും സ്വാപ്പ് ചെയ്യണ്ടേ, ഇത് ഇത്ര എലമെൻറ്റ്സ് സ്വാപ്പ് ചെയ്യണ്ടേ. അപ്പോൾ ഇത് n - 1 ആണ്. പിന്നെ അതിൻ്റെ താഴെയുള്ളതോ n - 1നോ n - 2, അങ്ങനെ എത്ര വരെ പോകും? +1 വരെ പോകും. അതാണ് നമ്മളിവിടെ ജസ്റ്റ് അതിൻ്റെ ബേസിക് എക്സാമ്പിളാണ് കണ്ടത്. അതായത് എന്താണ്? 3 + 2 + 1, അതായത് ഇതിൻ്റെ എന്താണ്? സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ? അതായത് നമ്മുടെ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അത് -1, അതായത് അത് -1ൻ്റെ അത്രയും നമുക്ക് നാച്ചുറൽ സമ്മാണ് എടുക്കേണ്ടത്. അപ്പം 4 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ എത്ര സ്വാപ്സ് വേണ്ടി വരും? അത് ഡിസെൻഡിങ് ഓർഡർ ആണെങ്കിൽ അത് 3 × നമ്മുടെ ഒരു സം ടു നാച്ചുറൽ നമ്പേഴ്സ്, ഇത് ഇക്വേഷൻ പഠിച്ചതുണ്ടോ? സം ഓഫ് നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ് ആണ്. നാച്ചുറൽ നമ്പേഴ്സ് ഈക്വൽ ടു n × n + 1/2. ഇത് നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടോ? n നമ്പേഴ്സ് ആണെങ്കിൽ അല്ലേ? ഇതിപ്പം എൻ്റെ കേസിലാണെങ്കിൽ ഞാനിപ്പം പറയുന്നത്, എനിക്കിപ്പം ഒരു 4 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ എത്ര സ്വാപ്സ് വേണ്ടി വരും? 3 സ്വാപ്സ്. അതായത് എനിക്ക് n - 1 എന്നാണല്ലോ തുടങ്ങുന്നത്. അപ്പം n - 1 വരെ ഉള്ളതിനെ എനിക്ക് എങ്ങനെ എഴുതാം? ഈ n - 1ന് n പകരം n - 1 ഇട്ട് കൊടുത്തേ. അപ്പം എന്താകും? ഇത് n - 1 ആകും. പിന്നെ n - 1 + 1 എന്താകും? n - 1 + 1/2. അപ്പോൾ ഇതെന്താകും? n × n - 1/2. അതാണ് ഇവിടെ പറയുന്നത്. when an array is sorted in descending order, the number of inversion pairs equal to n × n - 1/2, which is maximum for any permutation of array. ഓക്കെ, അതായത് നമ്പർ ഓഫ് ഇൻവേർഷൻ പേഴ്സ് നമ്മൾ സ്വാപ്സ് ഈക്വൽ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്വാപ്സ് അല്ലെങ്കിൽ ഇൻവേർഷൻ പേഴ്സ് എത്രയായിരിക്കും? n × n - 1/2 ഇതായിരിക്കും. അല്ലെങ്കിൽ ഒന്ന് ഇത് കൂട്ടിയാൽ മതി. 8നാണെങ്കിൽ എത്ര പേഴ്സ് ഉണ്ട്? 8ന് ശേഷമുള്ള എല്ലാ ഇതും അതിൻ്റെ പേഴ്സാണ് അല്ലേ? പിന്നെ 7ന് ശേഷമുള്ള എല്ലാ പേഴ്സും അതിന് ഒരു ഇൻവേർഷൻ പെയറാണ്. അങ്ങനെ നമുക്ക് ആക്കാം. അങ്ങനെ കൂട്ടുമ്പോഴാണ് നമുക്ക് എങ്ങനെ കിട്ടുന്നത്? 3 + 2 + 1, അതായത് എത്ര ഒരു 5 എലമെൻറ്റ് ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? 4 + 3 + 2 + 1, അങ്ങനെയാണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ബബിൾ സോർട്ടിൻ്റെ എല്ലാ കാര്യങ്ങളും. ഇത് അപ്പം നിങ്ങൾ മാക്സിമം ഒന്ന് മനസ്സിലാക്കിയെടുക്കുക. ഇതൊക്കെ നമ്മൾ പിന്നെ ഇതിൻ്റെ അൽഗോരിതം ഞാൻ പറഞ്ഞില്ല. ഇതിൻ്റെ അൽഗോരിതം വെച്ചിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. അതായത് ഒരു ഇന്ന മെത്തേഡ് വരുമ്പം എങ്ങനെയായിരിക്കും നമ്മുടെ അൽഗോരിതംസ് വരുന്നത്. ഓക്കെ, അതായത് ഈ ഒപ്റ്റിമൈസ്ഡ് ബബിൾ സോർട്ടിൽ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഈ ഒരു മെത്തേഡിൽ എങ്ങനെയായിരിക്കും കിട്ടുന്നതെന്ന്. ഓക്കെ, നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്ത് എടുത്ത് വെച്ചേക്കുക, അല്ലെങ്കിൽ ഇത് നിങ്ങളൊന്ന് എഴുതി വെച്ചേക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ടൈം കിട്ടുമ്പം, അല്ലെങ്കിൽ പോസ് ചെയ്തിട്ട് നിങ്ങൾ ടൈം കിട്ടുമ്പം നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഈ ഏതെങ്കിലും ഒരു കുറച്ച് നമ്പേഴ്സ് എടുക്കുക. എന്നിട്ട് അതിൽ എങ്ങനെ സോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇന്നത്തെ നമ്മൾ ഇന്ന് എന്താണ് നോക്കിയത്? ബബിൾ സോർട്ടിൻ്റെ കാര്യങ്ങളാണ് അല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പം